നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ച് WCC. ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഞെട്ടലോടെയാണ് WCC നോക്കിക്കാണുന്നത്. നീതിക്കായി അനന്തമായി കാത്തിരിക്കുന്നത് ദുരന്തമാണെന്നും WCC ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് വിചാരണ നടക്കുന്ന കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ രംഗത്തെത്തിയത്. ഈ കോടതിയിൽ നിന്ന് ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടില്ല, അതിനാൽ കോടതി മാറ്റണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ വിഷയത്തിലാണ് ഇപ്പോൾ WCCയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ഞങ്ങളുടെ സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട കേസിൽ 3 വർഷമായി തുടരുന്ന നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഇനിയും അനിശ്ചിതത്വം വിതയ്ക്കുന്നത് എന്തൊരു ദുരന്തമാണെന്ന് WCC ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ പൊതുസമൂഹവും മുഖ്യമന്ത്രിയും അടിയന്തരമായി ഇടപെടണം. നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അവസാനം കാണുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് ഈ രാജ്യത്തെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഭാവിയിൽ കരുതലുള്ള മുഴുവൻ പേരുടെയും ഉത്തരവാദിത്തമായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ വേളയിൽ പ്രധാന സാക്ഷികളിൽ പലരും കൂറുമാറിയിരുന്നു. അതിനിടയിലാണ് കോടതിക്കെതിരെ തന്നെ പ്രോസിക്യൂഷൻ ആക്ഷേപം ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. നമ്മോടൊപ്പം അനിൽ തോമസ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഒപ്പം തന്നെ ആലപ്പി അഷ്റഫ്, അഞ്ജലി മേനോൻ, WCC, അഡ്വക്കേറ്റ് സന്ധ്യ രാജു. ആദ്യം ശ്രീ അനിൽ തോമസ്, ഇടവേള ബാബുവിൻ്റെ പരാമർശത്തിന് ശേഷം WCC നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മഹാമൗനം എന്നാണ്. നോക്കൂ, അവരുന്നയിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് ഓരോ ഫിലിം സെറ്റിലും ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ. ഇതിലൊന്നും എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, എന്തുകൊണ്ട് ഫെഫ്ക, എന്തുകൊണ്ട് അമ്മ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്നില്ല? ഇപ്പം ഇൻറ്റേർണൽ കമ്മിറ്റിയെ പറ്റിയാണ് ചോദ്യമെങ്കിൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമായി വരണമെന്ന് പറഞ്ഞ് WCC തന്നെ കൊടുത്ത കേസ് അത് സബ്ജുഡീസായിട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലുണ്ട്. അത് ഫിലിം ചേംബർ ആയാലും പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയാലും ഫെഫ്ക ആയാലും അത് അവരവരുടെ തലത്തിൽ നിന്ന് തന്നെ അവരവരുടെ മറുപടിയും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഒരു ഫൈനലായിട്ടുള്ള ഒരു ഔട്ട്കം അതിലുണ്ടായിട്ടില്ല. പിന്നെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി, അത് ഞാൻ നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഇത് പർട്ടിക്കുലറായിട്ട് ഇറ്റ് ഈസ് ഫോർ ദി വർക്ക് പ്ലേസ്. ഞങ്ങൾ കേരള ഫിലിം ചേംബർ അല്ലെങ്കിൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതൊരു വർക്ക് പ്ലേസ് അല്ല. സൊസൈറ്റീസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ക്ലബ്സ് ആൻഡ് അസോസിയേഷൻസ് പ്രകാരം ചാരിറ്റബിളായിട്ട് വെച്ചിട്ടുള്ള ഈക്വൽ ഇമ്പോർട്ടൻസ് മെയിൽ ആൻഡ് ഫീമെയിലിന് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണത്. അതിലെല്ലാം മെമ്പേഴ്സാണ്. അതിനകത്ത് ആരും ഹയറും ലോവർ സ്ട്രാറ്റയിൽപ്പെട്ടതില്ല. ഒരു വർക്ക് പ്ലേസിൻ്റെ നിർവചനത്തിൽ അത് വരുന്നില്ല. ഈ വർക്ക് പ്ലേസിൻ്റെ നിർവചനം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന പ്ലേസിൽ അത് വർക്ക് പ്ലേസ്. പക്ഷെ ഞാൻ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഈ സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം സ്റ്റേറ്റിന് അതിൻ്റെ ബാധ്യതയുണ്ട്. എൻ്റെ ഒരു അറിവ്, അത് അറിവുള്ളവർ, ഇവിടെ അഡ്വക്കേറ്റ് ഉള്ളവർ ഉൾപ്പെടെ ഉണ്ട്, അല്ലെങ്കിൽ താങ്കൾക്കുൾപ്പെടെ ശ്രീ നികേഷിനും പറയാം. ഇതിനകത്ത് എൻ്റെ അറിവ് വെച്ചിട്ട്, അതായത് ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു താലൂക്ക് അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റികൾ എക്സ്പേർട്സിനെ വെച്ച് നിയോഗിക്കാമെന്നും, അപ്പം കേരളത്തിൽ ഒന്നടങ്കം അതിനകത്ത് ഇത് വേറെ ഓണേഴ്സ് എന്ന് ചോദിച്ചത് ഓണേഴ്സ് എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതിനകത്ത് നമ്മൾ ഹാപ്പി ചെയ്യുന്ന പല ഇഷ്യൂസും അത് നിയമത്തിൻ്റെ അഭാവം കൊണ്ടൊന്നുമില്ല. ഓൾറെഡി നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ സംഘടനകളല്ല നടത്തുന്നത്. സംഘടനകൾ അവരുടെ പരിമിതമായ സാഹചര്യത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അതർ ദൻ ദാറ്റ്, ഇത് വേറെ ഇപ്പോൾ വർക്ക് പ്ലേസിലെ ഹരാസ്മെൻറ്റ് ഓൾറെഡി ഒരു നിയമം ഇവിടെ ഉണ്ട്. 2013 സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമം ഇവിടെ ഉണ്ട്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പല കാര്യങ്ങളും നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഒരു പ്രാഥമിക വാദത്തിൽ നിന്നും അഡ്വക്കേറ്റ് സന്ധ്യ രാജു, ഇത് ഒരു വർക്ക് പ്ലേസായി സെറ്റിനെ കാണാനാകില്ല എന്നുള്ളതാണ്. ഇല്ല, ആക്ച്വലി നമ്മുടെ വർക്ക് പ്ലേസ് ആക്ട് അനുസരിച്ച് എനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഹാവിങ് 20 or more വർക്കേഴ്സ് ഓർ people who are part of it, അവിടെ നമ്മൾ ഈ ഒരു സെക്ഷൽ ഹാരസ്മെൻറ്റ് ICC സെറ്റപ്പ് ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് കമ്പൽസറി. അതിപ്പോൾ ക്ലബ്സ് ആകാം, ഓർഗനൈസേഷൻ ആകാം. ബിക്കോസ് ദർ ആർ പീപ്പിൾ ഹു ആർ വർക്കിംഗ്. അവിടെ ഒരു ഇൻ്റർ ഉണ്ട്. ആൻഡ് ഈ പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി ആൻ എംപ്ലോയർ റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദർ ആർ പീപ്പിൾ കമ്മിങ് ടുഗദർ ഫോർ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. അതാണ് അതിനകത്തെ ഒരു മെയിൻ സംഭവം. ആൻഡ് വർക്ക് പ്ലേസ് സച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥ
അവസ്ഥയിൽ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബ്രോഡ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ആ ബ്രോഡ് കോണ്ടെക്സ്റ്റിൽ വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ഇൻ ടു ദ പിക്ചർ. ഈ പറയുന്ന ഉദാഹരണത്തിന് അമ്മ എന്ന സംഘടനയ്ക്ക് മാത്രം മതിയാകില്ല, പകരം ഓരോ സിനിമയ്ക്കും IC വേണം. ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുമ്പം, ഒരു പ്രൊഡക്ഷൻ സെറ്റ് എന്ന് പറയുമ്പം ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ, കോൺട്രാക്ട് വർക്കേഴ്സ് കാണും, ചിലപ്പോൾ ഡയറക്റ്റ്ലി എംപ്ലോയിഡ് ആയിരിക്കാം. ഒരു പർട്ടിക്കുലർ ഫിലിമിന് വേണ്ടിയിട്ട് യു ഹാവ് ഡിഫറെൻറ്റ് പീപ്പിൾ കമ്മിങ് ടുഗെദർ ഫോർ ബ്രിങ്ങിങ് ഔട്ട് എ പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ വർക്ക് പ്ലേസ്. ആ വർക്ക് പ്ലേസിൽ യു നീഡ് ടു ഹാവ് ഈ പറയുന്ന പോലെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഈസ് എക്സ്ട്രീംലി എസെൻഷ്യൽ so that women അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് women who are there they feel safe. അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. അഞ്ജലി മേനോൻ, സംവിധായിക. ശ്രീമതി അഞ്ജലി മേനോൻ, ഇപ്പോൾ IC എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്ഷനിലും സാധ്യമാണോ? അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നാൽ ഒരു ഫിലിം സെറ്റിന്, ഒരു ഫിലിം ക്രൂവിന് മാത്രമായി സാധ്യമാണോ? നികേഷ്, ഞാൻ ഇവിടെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് മറ്റ് ഇൻഡസ്ട്രീസിൽ IC വളരെ അവർ ഭംഗിയായിട്ട് കൊണ്ട് നടത്തുന്നുണ്ട്. അപ്പൊ ഐ ഡോണ്ട് സീ വൈ മലയാളത്തിന് മാത്രം പ്രശ്നം എന്താണെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ യു ടേക്ക് ദ ബോംബെ ഫിലിം ഇൻഡസ്ട്രി ഓർ യു ടേക്ക് അതർ ഇൻഡസ്ട്രീസ്, പലയിടത്തും ഇതിനു മുമ്പേ വളരെ കുറച്ച് പേർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് കംപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഐ തിങ്ക് 2018 ആ ഒരു മീ ടു മൂവ്മെന്റ് ഒക്കെ വന്നതോടെ ഒരുപാട് പേര് കംപ്ലൈൻസിലേക്ക് വന്നിട്ടുണ്ട്. ഐ എം അവെയർ ദാറ്റ് ഇവിടെ ഐ തിങ്ക് ഇൻ 30 days ടൈം ദേ ആക്ച്വലി മെയ്ഡ് ഇറ്റ് കംപ്ലൈന്റ് ബോംബെയിൽ. ബിക്കോസ് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യകത അവർ ഏറ്റവും അധികം മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിയമത്തിന്റെ ഒരു ഭാഗമല്ലേ. അപ്പൊ നമ്മളത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഓരോ സെറ്റിലും ഇന്ന ആള് ഒരു ടാലന്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും അവർക്ക് അങ്ങനത്തെ എന്ത് പ്രശ്നം വരികയാണെങ്കിൽ അവരെ ഏത് നമ്പറിൽ വിളിക്കണം എന്ന് പോലും ആ കോൾ ഷീറ്റിൽ വരെ എഴുതിയിട്ടാണ് കണ്ടിട്ടുള്ളത്. സോ ഐ മീൻ ഒബ്വിയസ്ലി ദെൻ യു ഹാവ് ടു ഹാവ് എ IC. 2018 മീ ടു മൂവ്മെൻറ്റോടുകൂടിയാണ് മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നത്. മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇതൊരു സബ്ജുഡീസ് മാറ്ററാണ്. ഒരു PIL നൽകിയിട്ടുണ്ട് അല്ലേ അഡ്വക്കേറ്റ്? ഒരു മിനിറ്റ്. രണ്ട് പെറ്റീഷൻസ് ആക്ച്വലി സെക്ഷൽ ഹാരസ്മെൻറ്റ് കംപ്ലയിൻസ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോടതിയിലുണ്ട്. ഒന്ന് ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് WCC കൊടുത്തതുണ്ട്. ഒന്ന് വേറെ CCRRA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ മറ്റേ ന്യൂസ് മീഡിയ സിസ്റ്റത്തിലും നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിലും എല്ലായിടത്തും ഇത് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾറെഡി ദെയർ. ദ ഫാക്ട് ഇസ് ഇതിനകത്ത് ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ടു സെറ്റപ്പ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. 2012 ആക്ട് വന്നപ്പോഴത്തേക്ക് വിത്തിൻ 6 months ഇത് സെറ്റപ്പ് ചെയ്യണമെന്നായിരുന്നു മാൻഡേറ്റ്. ചെയ്തില്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെ ഫൈൻസ് ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെ ഓരോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ ഫൈൻ ഈടാക്കേണ്ടി വരും എന്നുള്ള രീതിയിലായിരുന്നു ആക്ട് വന്നപ്പം ഇത് ആക്ടിൽ പറഞ്ഞിരുന്നത്. ആൻഡ് സബ്സിക്വൻ്റ്ലി കോടതികളുടെ കുറേ ഓർഡേഴ്സ് ഉണ്ട് വേർ കോമ്പൻസേഷൻ ഹാസ് ബീൻ ഓർഡേർഡ്. ഒരു നോവാസോഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് മദ്രാസ് ഹൈക്കോർട്ട് ആക്ച്വലി സെറ്റപ്പ് ചെയ്തില്ലെന്ന് പറഞ്ഞ് 1.5 കോടിയുടെ കോമ്പൻസേഷൻ വരെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പം മാൻഡേറ്ററി ആയിട്ട് കംപ്ലയിൻസ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യാത്തതുകൊണ്ട് പണിഷബിൾ ആവുന്നതുകൊണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിൽ കളക്ടേഴ്സ് ആർ സപ്പോസ് ടു ബി റെസ്പോൺസിബിൾ ടു എൻഷുർ ദാറ്റ് ഓൾ കമ്പനീസ്, ഓൾ രജിസ്റ്റേർഡ് കമ്പനീസ്, ഓൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഹു ഹാവ് മോർ ദാൻ 20 employees ഷുഡ് ഹാവ് കംപ്ലയിൻസ് കമ്മിറ്റി. അപ്പം അത് ഒരു മാൻഡേറ്ററി തിങ്, അതിലൊരു ഒരു സബ്ജുഡിസ് ആണോ അല്ലേ എന്നുള്ളൊരു കാര്യമല്ല. ഇറ്റ് ഹാസ് ടു ബി സെറ്റപ്പ്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സെറ്റപ്പ്. അത് കോടതിയിൽ പീപ്പിൾ ഹാവ് ഗോൺ saying that it's not set up despite statutorily it was supposed to be set up. അതാണ് അതിനകത്തെ സംഗതി. ഇറ്റ്സ് നോട്ട് ദാറ്റ് കോടതിയിൽ ഒരു ഡൗട്ടിൻ്റെ ഒരു ഫാക്ടർ അവിടെ വരുന്നില്ല. വേർ ദർ ആർ മോർ ദാൻ 20 employees of people working in ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആൻഡ് വേർ യു ഹാവ് വിമൻ വർക്കിംഗ്, യു നീഡ് ടു ഹാവ് കമ്പൽസറിലി ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. അത് മാൻഡേറ്ററി ആണ്.
ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് കംപ്ലയിൻസ് വരുമ്പോൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണോ അതോ? ഇല്ല, ഇത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആണ്. സോ ബേസിക്കലി ആ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മുടെ മെഡിക്കൽ ഇതിൽ പറയുന്ന പോലെ തന്നെ യു എൻഷുർ ദാറ്റ് ഒരു ഇറ്റ്സ് എ കോഡ് ഓഫ് കണ്ടക്ട്. ആ കോഡ് ഓഫ് കണ്ടക്ട് എംപ്ലോയീസിന് എംപ്ലോയീസ് അല്ല അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അത് ദിസ് അമൗണ്ട്സ് ടു സെക്ഷൽ ഹാരസ്മെന്റ്. ബിക്കോസ് നമ്മുടെ ഒരു വർക്കിംഗ് സിസ്റ്റത്തിൽ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചില ജോക്സ് പറയും, ഇപ്പം ചില കാര്യങ്ങൾ പറയും ആൻഡ് വി തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ. അത് ഓൾ ദാറ്റ് ഫോംസ് വിച്ച് ഇസ് നോട്ട് ഓക്കെ, അത് കുഡ് ഫോം പാർട്ട് ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ്. അപ്പോൾ അതിനൊരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ ആക്ഷൻ ഈസ് നോട്ട് റിപ്പീറ്റഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യു നീഡ് ടു ഹാവ് ട്രെയിനിങ്. യു നീഡ് ടു അപ്പം ഇഫ് സമ്മൺ ഹാസ് എൻ ഇഷ്യൂ ദിസ് പേഴ്സൺ ക്യാൻ ആക്ച്വലി കോൾ അപ്പ് ദ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് സേ സി ഐ ഹാവ് ദിസ് ഇഷ്യൂ, എനിക്ക് ഇത് പരിഹരിക്കണം. അപ്പം ഇത് വെളിയിലേക്ക് പോകത്തില്ല. നൗ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഈ കംപ്ലയിൻസ് കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് പീപ്പിൾ ഡോണ്ട് നോ എവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ അവർ പോകുന്നത് ചിലപ്പോൾ മീഡിയയിലേക്കായിരിക്കും പോകുന്നത്, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കും, അങ്ങനെയായിരിക്കും അത് പോകുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. സോ വാട്ട് എവർ ഈസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ വന്നു പരിഹരിച്ചു ആൻഡ് ഇഫ് സപ്പോസ് ഇറ്റ് ക്യാൻ ബി സെറ്റിൽഡ് അത് ആ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. അഞ്ജലി, ഇത് WCCയുടെ വളരെ ചുരുക്കം ആളുകളിൽ നിന്ന് മാത്രം ഈ ആവശ്യം തുടർച്ചയായി വരുന്നു. ഇപ്പോൾ 50-50 ആണല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും 50-50 ആണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അമ്മ എന്ന സംഘടനയിലെങ്കിലും. എന്നിട്ടും അതൊരു പൊതു ആവശ്യമായി ഉയർന്നു വരാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ ലിമിറ്റഡ് ആണ്. ഇങ്ങനെ ഒരു സെക്ഷൽ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെന്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് പ്രാവർത്തികമാക്കാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് മിക്കവർക്കും അറിയാറില്ല. ഇപ്പൊ ഈവൻ WCCക്ക് അകത്ത് പോലും ഞങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ശരിക്കും അതിന്റെ ഒരു നട്ട്സ് ആൻഡ് ബോൾട്സ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ആക്ട് പ്രകാരം ഇറ്റ്സ് കോൾഡ് ആക്ച്വലി, the advocate should correct me if I'm wrong, the prevention, prohibition and redressal of sexual harassment ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ ഒരുപാട് പോളിസീസിൽ സത്യം പറഞ്ഞാൽ ഈ സെക്ഷൽ ഹാരസ്മെന്റ് ഇസ് പ്രൊഹിബിറ്റഡ് ഹിയർ എന്ന് പറഞ്ഞ പോസ്റ്റേഴ്സ് വരെ ഓരോ യൂണിറ്റിലും ഓരോ ഫിലിം വർക്ക് നടക്കുന്ന സ്പേസസിൽ ഒട്ടിച്ച് വെക്കണം എന്ന് പോലും റൂളുണ്ട്. ഇവിടെ ഈ 2018 ഞാൻ പറഞ്ഞു ബോംബെയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ കംപ്ലീറ്റ്ലി കംപ്ലയൻറ്റ് ആക്കിയവരെന്ന്. പക്ഷേ ഈവൻ മച്ച് ബിഫോർ ദാറ്റ് കമ്പനീസ് ലൈക്ക് എക്സൽ എന്റർടൈൻമെന്റ്, ഞാൻ അവിടെ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വേർ ദേ ഹാവ് ദോസ് തിങ്സ് പുട്ട് അപ്പ്. ഞാൻ ആക്ച്വലി സെൽഫി മാതിരി എടുത്തിട്ട് ആക്ച്വലി പുട്ട് ഇറ്റ് ഔട്ട് ഓൺ ഫേസ്ബുക്ക് ബിക്കോസ് ദാറ്റ് വാസ് ന്യൂ ടു മീ. ഞാനത് അറിഞ്ഞിരുന്നില്ല. വൈ ആർ ദേ ഡൂയിങ് ദാറ്റ്? അപ്പോൾ ഇതൊരു പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ സെക്ഷൽ ഹാരസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അറ്റ് ദ ലെവൽ ഓഫ് molestation ആൻഡ് റേപ്പ്. ഈവൻ സംതിങ് ആസ് സിമ്പിൾ ആസ് ഈ നേരത്തെ ലോയർ പറഞ്ഞ പോലെ ഒരു സെക്സിസ്റ്റ് ആയിട്ടുള്ള ജോക്ക് പറയുക, സെക്ഷൽ ഇൻവെന്റോ ഉള്ള സംസാരങ്ങൾ, ഷോയിങ് സംബഡി എ ക്ലിപ്പ് വിച്ച് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ, ഇതെല്ലാം സെക്ഷൽ ഹാരസ്മെന്റിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഈ ഒരു ആവശ്യം ശരിക്കും ഇതാണ് നിയമം എന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ഇത് ആവശ്യം ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ഇത് ആർക്കും ഒരു ഔദാര്യം ചെയ്യുന്ന പോലെയാണ്. അല്ലോ, ഇത് ആക്ച്വലി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കേസ് എല്ലാ ഇൻഡസ്ട്രീസിലും വളരെ പോപ്പുലർ ആയിട്ട് എല്ലാവർക്കും അറിയണതാണ്. ഈ ഒരു ലേഡിയുടെ കേസിൽ അത് ഐ തിങ്ക് ചെന്നൈ ഹൈക്കോർട്ടിലായിരുന്നു തോന്നുന്നു ഉണ്ടായിരുന്നത്. അവര് പറഞ്ഞത് ശരിക്കും സെക്ഷൽ ഹാരസ്മെന്റ് ഉണ്ടായി എന്നല്ല, എനിക്കൊരു കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു IC ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. ആൻഡ് അതിനാണ് അവർക്ക് ആ ഒരു 1 crore പ്ലസ് കിട്ടിയത്. സോ ജസ്റ്റ് ഇമാജിൻ, അത് ശരിക്കും ഈ ഒരു പോഷ് കംപ്ലൈൻറ്റ് ആവുമ്പം അതിനെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ പ്രൊഡ്യൂസേഴ്സിനും ഉണ്ടാവുന്നുണ്ട്. അത് ശരിക്കും. പക്ഷേ ശരി, ഞാൻ ഒരു കാര്യം, എന്തുകൊണ്ട് WCCയുടെ ചുരുക്കം അംഗങ്ങൾ മാത്രം ഈ വിഷയം ഉന്നയിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം മൗനം അവലംബിക്കുന്നു എന്ന്? ഇപ്പോൾ വീണ്ടും ഇടവേള ബാബുവിൻ്റെ പരാമർശത്തെ തുടർന്ന് വലിയ നിലയിൽ ഇത് വീണ്ടും കോൺട്രവേഴ്സ്യലായല്ലോ. എന്നിട്ട് പോലും അമ്മയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പാർവതി നടി അവർ പറയൂ, ഈ മൂർത്തി വിഗ്രഹങ്ങൾ മൗനം ഭജിക്കട്ടെ, എന്നിട്ട് ഇനി ഞങ്ങളോട് ചോദിച്ചാൽ മതിയെന്ന്.
പക്ഷേ മൂർത്തി വിഗ്രഹങ്ങളെന്നല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരാൾ പോലും വളരെ ചുരുക്കം ഒരു ബാബുരാജ് എന്തോ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്താൻ തയ്യാറല്ല എന്ന് തന്നെയല്ലേ? ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്തായാലും ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഷിയാലപ്പി അഷ്റഫ്, സ്ത്രീകൾ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പുരുഷ ആർട്ടിസ്റ്റുകളെ കംഫർട്ട് ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിൽ അവരെ തമാശ പറഞ്ഞോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തോ ഒക്കെ കംഫർട്ടാക്കാനുള്ള ഒരു ഉൽപ്പന്നങ്ങൾ മാത്രമായി മലയാള സിനിമ കാണുന്നുണ്ടോ? സാർ, ഒരുപാട് നാളായി നമ്മുടെ മലയാള സിനിമയിൽ നമ്മുടെ പെൺകുട്ടികളുടെ നിലവിളി ഉയർന്നു തുടങ്ങിയിട്ട് അത് കേൾക്കാൻ ആരുമില്ല. ഇപ്പോൾ വന്ന ഇത് ഈ ഹേമ കമ്മിറ്റി എല്ലാം തടഞ്ഞു വെക്കപ്പെടുകയാണ്. അതായത് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് ഞാനൊന്നും പറയുന്നില്ല, സംഘടനാപരമായിട്ട് നമ്മളൊരു കാര്യം, എനിക്ക് അല്പം സമയം തരണം, ഞാനൊരു താരതമ്യ പഠനം താങ്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ സിനിമ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതിൽ പി ശ്രീകുമാർ എന്ന നടനാണ് അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം 1500 രൂപ വെച്ച് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന 1500ഓളം പേർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം ഇപ്പോൾ അത് 3000 രൂപ വരെ എത്തിച്ചിട്ടുണ്ട്. അത് 3500 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ചികിത്സാ ചെലവെന്ന് പറഞ്ഞ് 75,000 ഉണ്ടെന്ന് 1.5 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഫാമിലി അലവൻസ് കൊടുക്കുന്നത് 750 എന്നുള്ള 1110 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇച്ഛാശക്തിയുള്ള നേതൃത്വം വന്നാൽ അദ്ദേഹത്തിൻ്റെ ഇത് ആർക്കും അറിയത്തില്ല, ഇത് പൊതുസമൂഹത്തിനൊന്നും അറിയില്ല. ഞാൻ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാം സൈലൻ്റായിട്ടിരുന്ന് ചെയ്യുന്നുണ്ട്. പി ശ്രീകുമാർ എന്നുള്ള നമ്മുടെ ഇച്ഛാശക്തിയുള്ള നേതൃത്വം അല്ല, ഞാൻ അത് പറഞ്ഞുതരാം സാർ. ഇപ്പോൾ നമ്മൾ അമ്മയുടെ കാര്യം, ഇപ്പം നേതൃത്വത്തിൽ ഇപ്പം ഇടവേള ബാബു ഇരിക്കുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആദ്യം വേണ്ട ധാർമ്മികത വേണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു സ്നേഹത്തിൻ്റെ സ്ഫുരണമുണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് ഒരു നല്ല ഒരു വ്യക്തിത്വം ഉണ്ടാവണം, അതിനകത്ത് ഒരു ന്യായമുണ്ടാവണം. ഇതല്ല വന്നിരിക്കുന്നത്. അദ്ദേഹം ചെയ്തത് ഓരോന്നോരോന്ന് എടുത്ത് വന്നാലും അദ്ദേഹത്തിൻ്റെ മാത്രമായ കുറേ പ്രശ്നങ്ങളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിലും ഞാൻ കാണുന്നില്ല. ഒരു എളിയ കലാകാരൻ എന്ന മാറി നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ, അദ്ദേഹം ആദ്യം ആ കമ്മിറ്റിയിൽ വന്ന ഒരു പെൺകുട്ടി, നിഷാ സാരംഗി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നിലവിളി നമ്മളെല്ലാവരും കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. ആ കുട്ടിയെ മാറ്റി നിർത്തപ്പെട്ടത് അവാർഡ് മേടിച്ച ഒരു കുട്ടി, എനിക്കും കിട്ടിയിട്ടുണ്ടല്ലോ അവാർഡ്, എനിക്ക് എന്തുകൊണ്ട് എന്നെ ആദരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ ഇരുന്നാൽ മതി എന്ന് ദേഷ്യപ്പെടുന്നതും ആ കുട്ടിയുടെ നിലവിളിയും നമ്മൾ കേട്ടു. സാർ, അത് മഞ്ജു വാര്യരായിരുന്നെങ്കിൽ അയാൾ അങ്ങനെ പെരുമാറുമോ? ഇല്ല, പെരുമാറത്തില്ല. രണ്ടാമത്, ഇപ്പോൾ നമുക്ക് ഒരു തൊഴിൽ ചെയ്യുക എന്നുള്ള അവകാശത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ് ആളുകൾ. താങ്കൾ ഒരു 3 തലമുറയായിട്ടെങ്കിലും അതെ സാർ, ഞാൻ പറഞ്ഞു തരട്ടെ സാർ, എനിക്ക് ഇച്ചിരി സമയം തരൂ. ആ മാറ്റി നിർത്തപ്പെടുന്നതിന് വേണ്ടി 4 ലക്ഷം രൂപ പിഴയടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഇടവേള ബാബുവിനടുത്ത് ഇപ്പോൾ കോടതി, ഇതിന് നമ്മുടെ കോമ്പറ്റീഷൻ കമ്മിറ്റി. അത് ഒരു യാഥാർത്ഥ്യമാണ്. അടുത്ത പ്രശ്നം, നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി സാക്ഷി മാറി മൊഴി മാറ്റി പറഞ്ഞു എന്ന് എല്ലാ മീഡിയ പേപ്പറുകളിലും എഴുതിയതാണ്. നമ്മുടെ അഭിപ്രായമല്ല, വലിയ വലിയ പത്രങ്ങളിൽ വന്നാണ് ഇടവേള ബാബു മൊഴി മാറ്റിയെന്ന്. ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ മൊഴി മാറ്റി പറയുന്നത് ശരിയാണോ സാർ? ആ ധാർമ്മികത ഉണ്ടോ ആ പോസ്റ്റിൻ്റെ? സാർ, അടുത്തത്, പാർവതിയെ പോലൊരു നടി, ഇപ്പോൾ നമ്മുടെ എന്താണ് സുകുമാർ അഴീക്കോടൊക്കെ പറയുന്ന പോലെ സാധാരണക്കാരൻ്റെ ആസ്വാദനത്തിൽ അത് തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് അവർ കൊടുക്കുന്ന സ്ഥാനം, അത്രയും സ്ഥാനം കിട്ടിയ ഒരു നടിയാണ് പറയുന്നത് ഇടവേള ബാബു കാരണം ഞാൻ രാജിവെച്ച് പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥാനത്ത് മനുഷ്യസ്നേഹിയായ സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമോ സാർ? വരത്തില്ല, പറയത്തില്ല, ഒരിക്കലും ഇമ്മായി വണ്ണത്തരൊന്നും പറയത്തില്ല സാർ. പ്രശ്നമാണോ നോക്കൂ, നമ്മൾ കുറെ പേരുകൾ എടുത്തു പറയുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ WCC ആയാലും സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടികൾക്ക് മോശം അനുഭവം ഉണ്ടാകാതിരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ താങ്കൾ 3 തലമുറയിൽ പ്രവർത്തിച്ച ആളാണ് അല്ലേ? പ്രേം നസീർ മുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ നോക്കൂ, അതിനകത്ത് എൻ്റെ ചോദ്യം ഇതാണ്, സിനിമയിലെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഈ ആണുങ്ങളെ കംഫർട്ടബിൾ ആക്കാനുള്ള ഒരു ഉൽപ്പന്നം മാത്രമായി ചുരുങ്ങുന്നുണ്ടോ? അതിനകത്ത് എന്തുകൊണ്ടാണ് ഒരു തിരുത്തൽ ഉണ്ടാകാത്തത്? സാർ, അതാണ് ഞാൻ പറയുന്നത്. തിരുത്തൽ ഉണ്ടാവേണ്ടത് ഈ നേതൃസ്ഥാനം ഒന്ന് പരിഷ്കരിച്ചാൽ മതി. ഇത് സ്വന്തം സ്വകാര്യ സാർ, മോഹൻലാലും ഞാനൊന്ന് ചോദിക്കട്ടെ സാർ, മോഹൻലാലും
ആ പോസ്റ്റിൽ മോഹൻലാലും സുരേഷ് ഗോപിയാണ് ഇപ്പുറത്തിരിക്കുന്നെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് കാര്യമില്ല. സുരേഷ് ഗോപിക്ക് എന്താ വരും സാർ. അയാളൊക്കെ വളരെ മനുഷ്യസ്നേഹം, സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശികളൊക്കെ ആളുകളെ ഇത് ചെയ്യുന്ന ഒരുപാട് തെളിവുകളുണ്ട് സാർ. അദ്ദേഹം മനുഷ്യസ്നേഹത്തിന്റെ അതൊക്കെ ഞാൻ രാഷ്ട്രീയമൊക്കെ വേറെ, പക്ഷെ നിഷ്പക്ഷമായിട്ട് പറയുന്നത് ഇപ്പം പി ശ്രീകുമാർ ആയാലും സുരേഷ് ഗോപി ആയാലും വ്യത്യസ്ത രാഷ്ട്രീയമാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന നന്മകളെ നമ്മൾ പറഞ്ഞു തരൂ സാർ. അവരെ പോലുള്ള ആളുകൾ വരണം. ഇവരൊക്കെ ഒഴിഞ്ഞു കൊടുക്കണ്ടേ സാർ? തോമസ് പറയൂ. നോക്കൂ, എന്തായാലും ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നിയമപരമായ ബാധ്യതയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു സിനിമ 20 പേർക്ക് മുകളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഉണ്ടാകണം. അത് പാലിക്കാൻ തയ്യാറല്ല എന്നുണ്ടോ പ്രൊഡ്യൂസർമാർ? അല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം ആരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആദ്യം തുടങ്ങിയിടത്ത് അങ്ങനെ ഒരു താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ഇന്റേണൽ കമ്മിറ്റി വേണ്ട എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഞാൻ കോടതിയിലിരിക്കുന്ന, ഞാൻ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോട്ടീസ് പ്രകാരം ഞങ്ങൾ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് ഫിലിം ചേംബറിൽ ഇന്റേണൽ കമ്മിറ്റി വെക്കണം. അവിടെ വെക്കാൻ സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ ആ ലോയിൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഇപ്പോൾ വക്കീലിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഒരു അസോസിയേഷൻ, ഇറ്റ് ഈസ് നോട്ട് എ വർക്ക് പ്ലേസ്. അവിടെ ഈക്വൽ മെമ്പേഴ്സാണ്. അവരുടെ റൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഈക്വലാണ്. പിന്നെ 20 പേരുടെ മുകളിലുള്ളതെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് അത് ഷൂട്ടിംഗ് സെറ്റുകളില്ല. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പെർമനൻറ്റ് സെറ്റപ്പ് അല്ല. ഓൾ ഓവർ കേരള അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം, അത് ഫോർ എ ലിമിറ്റഡ് പീരീഡ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ കൂടുതൽ ഡിബേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വക്കീൽ തന്നെ പറഞ്ഞാൽ മതി. 20%. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പുള്ളിക്കാരത്തി പറഞ്ഞത് സംഭവം എന്ന് വെച്ചാൽ ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, മൾട്ടിപ്പിൾ പേഴ്സൺസ്, അതായത് ഒരു വർക്ക് ചെയ്യുന്ന ഇടത്ത് ഒരു പർട്ടിക്കുലറായിട്ട്, ഞാൻ ഇപ്പോൾ പറയുന്നത് ശ്രീ ആലപ്പി അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ഷൂട്ടിംഗ്, ശ്രീമതി അഞ്ജലി മേനോൻ്റെ നേതൃത്വത്തിൽ ഒരു ഷൂട്ടിംഗ്, എൻ്റെ നേതൃത്വത്തിൽ ഒരു ഷൂട്ടിംഗ്, ഇതിനെല്ലാം ഞങ്ങൾ പർട്ടിക്കുലറായിട്ട് ഒരു ടെമ്പററി സംഭവമാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ആ ജില്ലയുടെ കീഴിൽ ആ പെർമനൻ്റ് ആയിട്ടൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ, ഞാൻ കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ഈ ചൂഷണം ചെയ്യപ്പെടുന്ന ആൾക്കാർക്കുണ്ട്, മെയിൽ ഓർ ഫീമെയിൽ. അങ്ങനെ വരും. ആലപ്പി അഷ്റഫ് ആലപ്പുഴയിലാണെങ്കിൽ, അഞ്ജലി മേനോൻ മുംബൈയിലാണെങ്കിൽ, ആ സംവിധാനം ഈ ലോ പ്രകാരം ഇവോൾവ് ചെയ്ത് വരുന്നതിനകത്ത് യാതൊരു തടസ്സവുമില്ല. പിന്നെ എന്താണ് ഈ ഇങ്ങനെ ഹാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഞങ്ങൾ കുറച്ച് പേരെന്തോ എതിരാണെന്നുള്ള ലെവലിൽ. ഇതിനകത്ത് യാഥാർത്ഥ്യം പറയേണ്ട കേസ് എന്ന് വെച്ചാൽ ഇന്റേണൽ കമ്മിറ്റി എന്നുള്ളത് സ്ഥാപിക്കേണ്ടതാണ്. വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി സെറ്റപ്പിലാണോ വേണ്ടത്? അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കോടതി പറയുകയാണ് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഇന്റേണൽ കമ്മിറ്റി ഈസ് പെർമനന്റ് ആണോ ടെമ്പററി ആണോ എന്നുള്ളത് ഒരു കറക്റ്റ്. പക്ഷേ നേരത്തെ അഞ്ജലി മേനോൻ പറഞ്ഞത് മുംബൈയിൽ ഇതുണ്ട്. 2018 മീ ടു മൂവ്മെന്റിന് ശേഷമുള്ള ഇടപെടലിനെ തുടർന്ന് ഓരോ ഫിലിം ഷൂട്ടിംഗ് സെറ്റിലും ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരിക്കുന്നു. അല്ല, അതിന് ബുദ്ധിമുട്ടില്ല. അഞ്ജലി മേനോൻ വർക്ക് ചെയ്ത ഇടത്ത് ഉണ്ടായി കാണണം. അങ്ങനെ ഉണ്ടാക്കുന്ന ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരു നിയമം വന്നിട്ടുണ്ട് ഇവിടെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്റേണൽ കമ്മിറ്റി ഇല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം എനിക്കിപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഇന്റേണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലാ കളക്ടറുടെയും കീഴിൽ ഇത് വേണമെന്ന് പറഞ്ഞാൽ ആ ജില്ലയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഏത് ഫിലിം സെറ്റിനും അത് ബാധകമല്ലേ? അവിടെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റേ? അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന ഒരു സംഭവമല്ലേ? അതിനകത്ത് വേറെ എന്തെങ്കിലും തടസ്സമുണ്ടോ? നമ്മുടെ ആക്ടിനകത്ത് 2 കമ്മിറ്റീസ് പറയുന്നുണ്ട്. ഒന്ന് ലോക്കൽ കമ്മിറ്റി വിച്ച് ഇസ് അണ്ടർ ദ മറ്റേ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ആ ഒരു സൂപ്പർവിഷനിലുള്ളതാണ് ലോക്കൽ കമ്മിറ്റി. ഒന്നാണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി വിച്ച് ഇസ് ദെയർ ഇൻ ഓൾ പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് about 20 or more people. Now district is it permanent or temporary? See, it's not a question of being permanent or temporary. I'll tell you why. Because ipo ee parayna nammaloru production set ennu parayumbol njan ningal film line layonde njan parayana just film line purely film line vechu thane makkalu varudilla. Our production set il now oru particular time, maybe 1 year, maybe 2 years nu vendite our production set il oru set of people are working together towards a particular film which is the final product. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ കോൺട്രാക്ട് കൊടുക്കും, ചിലർ വോളണ്ടിയർ ആയിട്ട് വരും, ചിലർ നിങ്ങൾ പെയ്ഡ് ആയിരിക്കും, ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ആയിരിക്കും. ഈ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് യു നീഡ് ടു ഹാവ് ഓൺലി ഒരു ആ പറയുന്ന 2 yearsന് വേണ്ടിയിട്ട് യു ക്യാൻ ഹാവ് എ കംപ്ലയിൻസ് കമ്മിറ്റി. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ഫ്രം ദ എന്താ പറയുക ചായ തരുന്ന ചേച്ചി അല്ലെ 2 years എന്ന് പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞു മാക്സിമം 50 അല്ലെങ്കിൽ 100 days. നമ്മൾ ലാർജ് സ്കെയിലുള്ള പടങ്ങൾ പോകണ്ട, ഒരു മിനിമം 100 daysനകത്താണ് ഒരു സിനിമ വർക്ക് ചെയ്യുന്നത്.
അതൊരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു ടെമ്പററി വർക്ക് പ്ലേസ് ആണ്. ഞാനത് ചോദിച്ചു, ആ ടെമ്പററി വർക്ക് പ്ലേസിൽ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി വേണമെന്നുള്ളതാണോ, അതൊരു ടെമ്പററി ആയിട്ട് ഹൂ ഇസ് ടു ബി ഇത് പേഴ്സൺസ് ഇൻ ദാറ്റ് എന്നുള്ള ക്ലിയർ കട്ടായിട്ട് ഡയറക്റ്റീവ് ഇവിടെ ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തു, ഞാൻ ആ ആക്ട് വായിച്ചു. ആക്ട് വെരി ക്ലിയർ ആണ് ദാറ്റ് അതിനകത്ത് ഏറ്റവും സീനിയർ മോസ്റ്റ് ലേഡി ഷുഡ് ബി ദ ചെയർപേഴ്സൺ ആൻഡ് ബാക്കി 3 മെമ്പേഴ്സ് ആൻഡ് ദെൻ 1 എക്സ്റ്റേണൽ മെമ്പർ. അത് ഞാൻ ചോദിക്കുന്നത് ടെമ്പററി ആണോ എന്ന് ചോദിച്ചത്. ഞാൻ 30 ദിവസം ഷൂട്ട് ചെയ്യുന്നു, അവിടെ ഒരു ടെമ്പററി സാധനം മതിയോ? ഇറ്റ്സ് നോട്ട് എ പെയ്ഡ്, ഇതിലെ പ്രൊഡക്ഷൻ. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, കളക്ടറുടെ കീഴിൽ അത് വ്യവസ്ഥാപിതമായിട്ട് സ്ഥാപിക്കാനായിട്ടുള്ള അധികാരം ഈ ആക്ട് കൊടുക്കുമ്പോൾ പിന്നെ എന്തിനാ വൈ ആർ യു ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ്? അവിടെ വന്ന് സ്ഥാപിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ, എന്റെ സെറ്റിൽ ഒരു പീഡനം നടന്നു, അല്ലെങ്കിൽ ഒരു ഹരാസ്മെന്റ്, അല്ലെങ്കിൽ ഈ സെക്ഷൽ ജോക്ക് എന്നുള്ള ലെവലിൽ പറഞ്ഞു, അവിടെ കംപ്ലൈന്റ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു വ്യവസ്ഥ ഇവിടെ നിലവിലുള്ള. ശ്രീമതി അഞ്ജലി മേനോൻ, നിങ്ങൾ പറയുന്ന ഈ മുംബൈയിലുള്ള അല്ലെങ്കിൽ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഈ പറയുന്ന ഇന്റേണൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 30-40 ദിവസങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ 100 ദിവസത്തേക്ക് മാക്സിമം? ഓക്കെ നികേഷ്, നോക്കൂ, ഇവിടെ ഒരു ബാനർ, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ ഒരു പടത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ബാനർ അല്ലല്ലോ. അവർ വീണ്ടും വീണ്ടും പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ വോട്ടെവർ, അങ്ങനെ ഒരു ഐഡന്റിറ്റി ആയിരിക്കും. അങ്ങനെ ഓരോ ബാനറും അവരുടേതായ IC ഉണ്ടാക്കുമ്പോൾ ആ IC അവരുടെ എല്ലാ ഫിലിംസിനും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ്ലി, ഈ ഷൂട്ടിന്റെ കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഇതിന്റെ ആദ്യത്തെ പടി തൊട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ പോലും കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് IC. ആൻഡ് ഈ ICയുടെ ഒരു ജോലി ഗോസ് ഓൾ ദ വേ ടിൽ യുവർ ഫിലിം ഇസ് രജിസ്റ്റേർഡ്, ഫൈനലി ടിൽ യുവർ ഫിലിം ഇസ് റിലീസ്ഡ്. അതിന്റെ മാർക്കറ്റിംഗുള്ള ആൾക്കാർ വേറെ ഇതിൽ ഉൾപ്പെടും. അപ്പൊ അതിന്റെ ഒരു ജേർണി ഈ പറയുന്ന ഇത്രയും ചുരുക്കമുള്ള ഒരു സമയമല്ല. തേർഡ്ലി, ഈ ഒരു കംപ്ലൈൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് LCയിൽ പോവാം എന്നുള്ളത് അത് ഞങ്ങൾക്കും അറിയാം, ഞങ്ങളും ആക്ട് വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആസ്പെക്ട് ഉണ്ട്. ദിസ് ഇസ് എൻ ഇൻഡസ്ട്രി. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഒരു പ്രൊഹിബിറ്ററി ആസ്പെക്റ്റും പ്രിവെൻഷൻ ആസ്പെക്റ്റിലും മെയിൻലി വരുന്നത് അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്ന ജോലിയാണ്. ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിലാണ്. ആൾക്കാരെ അവെയർ ആക്കുക ദാറ്റ് ഒരു വിധത്തിലുമുള്ള സെക്ഷൽ ഹാരസ്മെന്റ് നമ്മുടെ സെറ്റിൽ നടക്കാൻ പാടില്ല. സെക്ഷൽ ഹാരസ്മെന്റ് എന്ന് വെച്ചാൽ ഇന്ന കാര്യങ്ങളാണ്, വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണെന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആസ്പെക്ട് ഇതിനുണ്ട്. അത് ആര് ചെയ്യും? അതിന് നമുക്ക് LC പോയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു നേച്ചർ ഓഫ് വർക്ക് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പൊ ഇവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് വേണം അത് നടപ്പിലാക്കാൻ. നമ്മളൊരു ലീഗലി അബൈഡിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ ദെൻ ഓഫ് കോഴ്സ് ദേ ഹാവ് ടു ഡു ദാറ്റ്. നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യത്തിൽ നമ്മൾ പറയില്ലല്ലോ, ഇല്ല ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം അത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ ഒന്നും പറയില്ലല്ലോ. ഇതൊരു നിയമമാണ്, യു ഹാവ് ടു ഫോളോ ഇറ്റ്. സോ ഇൻ ദ സെയിം വേ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പ്രിവെൻഷനും പ്രൊഹിബിറ്ററിയും സാധനങ്ങൾ ശരിക്കും എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ഇവിടെ പല മാറ്റങ്ങളും സംഭവിക്കുന്നത്. ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്, ഇപ്പൊ കേരളത്തിൽ നേരത്തെ അവർ കോൺട്രാക്ട്സ് ഉണ്ടായിരുന്നില്ല, കോൺട്രാക്ട്സ് ഉപയോഗിക്കുന്ന ഒരു രീതി ആയിരുന്നില്ല ഇവിടെ. പക്ഷെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും കൂടെ ചേർന്ന് അവർ തമ്മിൽ സംസാരിച്ച് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി അത് പ്രകാരമല്ലേ ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ വേണ്ട ഒരു ചേഞ്ച് അല്ലേ ഇത്. ഇപ്പൊ ആനിമൽ വെൽഫെയറിന്റെ കാര്യം വന്നു. ആനിമൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ഇതുവരെ ഇല്ലാത്ത എത്രയോ റൂൾസ് ആയിരുന്നു. ഈ പറയുന്ന പെട്ടെന്ന് കുറെ റൂൾസ് വന്നു, അതിന് സിസ്റ്റം തന്നെ മാറി. പക്ഷെ എല്ലാവരും അതിനോട് പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്, ആ രീതി ഫോളോ ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് ദ ലോ. ദിസ് ഈസ് ഓൾസോ ദ ലോ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ ഇറ്റ്. അല്ലാതെ ഇത് വേറെ ആരും വന്ന് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇത് പഠിച്ച് അതിനനുസരിച്ച് ഫോളോ ചെയ്യേണ്ട ബാധ്യത എൻ്റെ കയ്യിലിരിക്കുന്നു. ഐ ഹാവ് ടു ഡു ദാറ്റ്. ഇഫ് ദിസ് ഇസ് അവർ ഇൻഡസ്ട്രി, ഇവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് വേണം എല്ലാവരും അത് അവെയർ ആക്കാൻ. ഇത് ഒരു WCCയുടെയോ സ്ത്രീകളുടെയോ മാത്രം ആവശ്യമില്ല. അതിലൊന്നും ഇവിടെ ലോയർ ഇരിക്കുന്ന അവരോട് നിങ്ങൾ ചോദിക്കേണ്ടി വരും, ഒരു പ്രൊഡ്യൂസറിന് ഇതിനെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഒരു IC ഉണ്ടാകുമ്പോൾ. ഇപ്പൊ വരുന്ന ഒരുപാട് ആലിഗേഷൻസ് എത്രയോ വർഷങ്ങൾ മുമ്പേ നടന്ന ആലിഗേഷൻസ് ആണ്. ആ പറഞ്ഞ ആലിഗേഷൻസ് 90 ഡേയ്സിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരവാദി ആവുന്നില്ല. ഇത് ഒരു പ്രൊഡ്യൂസർ IC വെച്ചിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബിസിനസ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും, അവർക്ക് ഫൈൻ അടയ്ക്കാൻ പറ്റും. പിന്നെ ഫാൾസ് ആലിഗേഷൻ അനിൽ തോമസ് പറയുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ചേംബറിന് തന്നെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് തന്നെ ഇതേക്കുറിച്ച് വലിയ ബോധ്യമില്ല, അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്.
സ്വാഭാവികമായിട്ടും ഒരു PIL നൽകി കഴിഞ്ഞാൽ കോടതി ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുമല്ലോ. ആ ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടില്ല. അവർ കോടതി PIL വന്ന സമയത്ത് അവരോട് സത്യവാങ്മൂലം ചോദിച്ചു, സത്യവാങ്മൂലം കൊടുത്തു. ആ ഘട്ടത്തിൽ മാത്രം നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, നിയമപരമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് നേരത്തെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ ഓരോ പ്രൊഡക്ഷൻ ഹൗസസും കണ്ടിന്യൂസ് പ്രോസസ്സിന് വേണ്ടി ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന അങ്ങനെയല്ല. 198 പടങ്ങൾ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തു. അതിൽ 170ഓളം സിംഗിൾ പ്രൊഡ്യൂസേഴ്സ് വന്ന് വാനിഷ് ചെയ്തവരാണ്. അവരൊരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ വ്യാമോഹിക്കുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? അതിനാണ് പറഞ്ഞത് ഒരു വ്യാമോഹം. നിയമപരമായിട്ട് ഇപ്പൊ ലൈസൻസ് എടുക്കണമെങ്കിൽ ലൈസൻസ് എടുക്കണം എന്ന് പറയുന്നത് പോലെ ഇന്റേണൽ കമ്മിറ്റിക്ക് എന്ത് ചെലവാണുള്ളത്? ചെലവിന്റെ അതാ ചോദിച്ചത്. അതിന്റെ ഒരു ക്ലാരിറ്റി വന്നാൽ മതി. വാട്ട് ഇസ് ഇറ്റ്? ഒരു ടെമ്പററി ഇതിൽ ആരാണ് ഇന്റേണൽ കമ്മിറ്റി? ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനും എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സുമാണോ, അതോ ഞാനും എന്റെ പ്രൊഡ്യൂസറും എന്റെ പ്രൊഡക്ഷൻ കൺട്രോളറും ആണോ? ആ നിയമപരത്തിൽ ക്ലാരിറ്റി വേണം. കാരണം അത് ഔട്ട്സൈഡ് പേഴ്സൺസിന്റെ കാര്യമാണ്. അങ്ങനെ ആകുമ്പോഴത്തേനും ദാറ്റ് വിൽ ബി എ പെർമനന്റ് സെറ്റപ്പ്. അതാണ് ആവശ്യം. അതാണെങ്കിൽ പറയൂ. അല്ലല്ല പറഞ്ഞു പെർമനന്റ് സെറ്റപ്പ് അല്ല. നമ്മൾ ആക്ച്വലി ഇതിനകത്ത് ഐ ഫീൽ സംഹൗ ഈ സെക്ഷൽ ഹാരസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഇതിപ്പം കുറേ ഫോൾസ് കംപ്ലയിൻറ്റ്സ് വരും എന്നുള്ള രീതിയിൽ, ഞങ്ങൾ തൂങ്ങും എന്നുള്ള രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ആ ഒരു പ്രെജുഡിസ് കൊണ്ടാണ് എവറി വൺ ഫീൽസ് റെസിസ്റ്റൻസ് ടു ദിസ് പെർട്ടിക്കുലർ ഇഷ്യൂ. ഇത് ഈസ് ആക്ച്വലി വെരി സിമ്പിൾ. ഇതിനകത്ത് മറ്റേ വിമൻ ഇൻ വർക്ക് പ്ലേസിന് ഒരു കംഫർട്ടബിൾ ആയിട്ട് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഇഷ്യൂസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു എൻവയൺമെൻ്റ് ആണ് ആവശ്യപ്പെടുന്നത്. ആ എൻവയൺമെൻറ്റിനെ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു IC സെറ്റപ്പ് ചെയ്യുന്നു. ഈ IC ഈസ് ബേസിക്കലി ദറ്റ് ഓക്കെ ഇഫ് യു ഈ പറയുന്ന നിങ്ങളുടെ ആ ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെ വെച്ച്, ബിക്കോസ് ദേ നോ ദ കൾച്ചർ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ, ആ കൾച്ചർ അനുസരിച്ച് ഇഫ് സമ്മൺ ഹാസ് എൻ ഇഷ്യൂ, ആ കൾച്ചർ അനുസരിച്ച് യു ക്യാൻ റിഡ്രസ് ദാറ്റ് ഇഷ്യൂ. അത്രേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു ഗോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണ്ട, അല്ലെ ഔട്ട്സൈഡ് ദാറ്റ് ഏജൻസി പോകണ്ട. ഇറ്റ് റിമെയിൻസ് വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത്രേ ഉള്ളൂ. സോ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നിങ്ങൾ പറയുന്ന പോലെ ആണെങ്കിൽ ഈ ഫ്രം ദ പേഴ്സൺ ഹു ഇസ് ആക്ച്വലി കോൺട്രാക്ട് ആകാം, ഇന്റേൺസ് ആകാം, it could be anyone who is working voluntarily. So ഈ പറയുന്ന ആൾക്കാർ can all come within that purview. Now within the purview of an aggrieved person, if suppose ഒരു സ്ഥാപനമാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ മെമ്പേഴ്സിനെ കുറിച്ചൊരു വ്യക്തത ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവും. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ആ എംപ്ലോയീസിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യല്ല വേണ്ടത്. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സെലക്ട് ചെയ്യല്ല വേണ്ടത്. നമ്മൾ എല്ലാ എംപ്ലോയീസിനും ലെറ്റർ അയച്ച് അവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. അങ്ങനെയല്ല. It's basically the senior most person, woman person becomes the chairperson. പിന്നെ ബാക്കി 3 people are among ആ മാനേജ്മെന്റ് സെലക്ട് ചെയ്യും who are gender sensitive എന്ന ആ ഒരു പേര് വെച്ചിട്ട് you select 3 people and 1 external member to create ഒരു fairness create ചെയ്യാൻ on the enquiry, and it's an enquiry which happens in a confidential manner within the system. Now let's say reporter channel has multiple locations offices ഉണ്ടെന്ന് വെച്ചോ. So each office will have to have a complaints committee. അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. എവറി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഹാസ് ടു ഹാവ് എ കംപ്ലയിൻസ് കമ്മിറ്റി. അതാണ് ഇതിനകത്തെ സംഗതി. നൗ ഇഫ് എ പ്രൊഡക്ഷൻ ഫിലിം യൂണിറ്റ് നമുക്ക് അത്രയും അതിനകത്ത് അറിയത്തില്ല, പക്ഷെ ഒരു അല്ല ഇപ്പോൾ ഒരു ലോയേഴ്സ് ഇതാണെങ്കിൽ ഹൈക്കോർട്ടിൽ യു നീഡ് ടു ഹാവ് എ കംപ്ലയിൻസ് കമ്മിറ്റി. കെൽസ എന്ന് പറയുന്ന ലീഗൽ സർവീസ് അതോറിറ്റി ആണെങ്കിൽ ദർ ഹാസ് ടു ബി എ കംപ്ലയിൻസ് കമ്മിറ്റി. ദർ നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടിൽ ദർ ഹാസ് ടു ബി എ കംപ്ലയിൻസ് കമ്മിറ്റി. അങ്ങനെ മറ്റേ ഇപ്പോൾ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ യു ഹാവ് ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്, യു ഹാവ് ദ ഹൈക്കോർട്ട് ഉണ്ട്, യു ഹാവ് കൊച്ചിയിൽ കോർട്ട് ഉണ്ട്. ഓൾ ദീസ് പ്ലേസസ് വിൽ ഹാവ് ടു ഹാവ് അതൊരു പെർമനന്റ് സിറ്റുവേഷൻ ആണ്. ഹിയർ ഇറ്റ് ഈസ് എ ടെമ്പററി സിറ്റുവേഷൻ വേർ ടെമ്പററി പീപ്പിൾ ആർ ഇൻവോൾവ്ഡ്. അതായത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലാണ്. ഞാൻ പറയുന്നു ഈ പറഞ്ഞ പോലെ ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന വ്യവസ്ഥ. എന്ത് അഞ്ജലി പറയുന്നത് മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുണ്ട്, ഓരോ ഫിലിം സെറ്റിലും അഞ്ജലി ആ പറയുന്നത് വലിയൊരു പെർട്ടിനന്റ് പോയിന്റ് ആണ്. അതാ ഞാൻ അത് കൗണ്ടർ ചെയ്ത് പറഞ്ഞതിന്റെ കാരണം വെച്ചാൽ മുംബൈയിൽ എന്ന് പറഞ്ഞാൽ മോർ ദൻ 50 to 60% എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഹൗസസ് എന്ന് പറഞ്ഞാൽ അവര് സ്ട്രീം ലൈൻ ചെയ്ത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻസിലേക്ക് പോകുന്നതാണ്. ഞാൻ ഇവിടെ പറഞ്ഞ അഞ്ജലി, ഇത് ഓരോ ഫിലിം സെറ്റിലാണോ അതോ പ്രൊഡക്ഷൻ ഹൗസിനാണോ ഉദ്ദേശിച്ചത്?
എല്ലാവരും ഫിലിം സെറ്റിലും ഉണ്ട്. ബട്ട് നികേഷ് ജസ്റ്റ് ഗിവ് മീ 2 minutes ടു സ്പീക്ക്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മിസ്റ്റർ അനിൽ തോമസ് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇതിന്റെ അവയർനെസ്സിന്റെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ നമ്മുടെ ഈ ഒരു അവയർനെസ് വർദ്ധിക്കാനും ആൻഡ് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ്. സോ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് സേയിങ് വി വാണ്ട് എൻ ഐസി, ലെറ്റ്സ് കീപ് എൻ ഐസി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ്. ഇതിന്റെ ഈ ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ ഡൈനമിക്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് TV ചാനലിനകത്ത് ഐ എം ഷുവർ യു ഹാവ് എൻ ഐസി. അതുപോലെയല്ല ഫിലിം സെറ്റിൽ വരുമ്പോൾ അതിന് വേറെ തന്നെ ഡൈനമിക്സ് ഉണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്മോളർ ലീഗൽ ഓർഗനൈസേഷൻസ് ലൈക്ക് പോഷ് അറ്റ് വർക്ക്, കംപ്ലൈ കറോ, ഇവരെല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ എൻഗേജ് ചെയ്താൽ അവർ നമുക്ക് പറഞ്ഞു തരും നമ്മുടെ ഒരു സിസ്റ്റമിലേക്ക് ഇതിനെ എങ്ങനെയാ കൊണ്ടുവരികയാണ്. പക്ഷെ അതിന് നമ്മൾ മുൻകൈ എടുക്കണം. നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിട്ട് പറയാം ഇതെങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്റമിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. അതിന് വേണ്ട അഡ്വൈസും കൺസൾട്ടൻസിയും ക്ലിയർ ആയി തരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ശരിക്കും കേരളത്തിലുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ആക്ച്വലി സോ മെനി ഓർഗനൈസേഷൻസ് വിതിൻ ദി ഇൻഡസ്ട്രി. ഈ ഓർഗനൈസേഷൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് സപ്പോസ് വി ക്രിയേറ്റ് എ സിസ്റ്റം. ഇതിന്റെ ആക്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും LC തന്നെ പോയിക്കോളുന്നില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ഒരു ജനറൽ IC വേർ മേ ബി ഒരു ലാർജർ IC പാനൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ആ IC പാനലിലേക്ക് എത്ര ഫിലിംസിന് വേണമെങ്കിൽ വന്ന് പറയാം ഓക്കെ ഈ IC ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ടേക്ക് ടൈം. അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് ഇത് കൊണ്ട് എത്തിക്കണം. നമ്മളിത് തള്ളി നീക്കിയിട്ട് കാര്യമില്ല. ദിസ് ഇസ് ദ ലോ. ഇത് നമ്മുടെ പ്രശ്നങ്ങളാണ്. ഇത് രണ്ടിനും കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇത് എങ്ങനെയാണ് നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തണം. അതിനെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് പലതരം ആവശ്യങ്ങൾ വരുമ്പോഴും അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ശ്രീ ആൽപേഷ് ഷോഫിനോട് ചോദിച്ച ചോദ്യം തന്നെ. ഇപ്പോൾ ഇടവേള ബാബുവിൻ്റെ ഒരു പരാമർശം അത് ഒരു എനിക്ക് തോന്നുന്നു അമ്മ തന്നെ അത് ഏതാണ്ട് തള്ളിപ്പറഞ്ഞു എന്നുള്ളതല്ല. അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ബാബുരാജ് അടക്കം അത് ശരിയായില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ നേരത്തെ രേവതി അടക്കമുള്ളവർ വാർത്താസമ്മേളനം നടത്തി. അതിന് ബദലായി അമ്മയുടെ വാർത്താസമ്മേളനം ഉണ്ടായി. മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ള അഷുറൻസ് കേരളത്തിനാകെ കിട്ടിയിരുന്നു. ഞങ്ങളിതാ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പക്ഷേ എവിടെയും എത്തിയിട്ടില്ല അത്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആത്മാർത്ഥമായ ആഗ്രഹം ഇൻഡസ്ട്രിക്ക് ആകെ ഇല്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ ഇന്റേണൽ കമ്മിറ്റി അവർ രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ള എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവരുടെ ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും അവരുടെ ഇൻപുട്സിൽ നിന്നും അറിയുന്ന അവിടെ എന്തോ ഒരു സംവിധാനം ലളിത അധ്യക്ഷയായിട്ടുള്ള ഒരു കമ്മിറ്റിയെ വെച്ചു. ഈ PALന്റെ സമയത്ത് പറഞ്ഞു അമ്മ ഇതാ ഇങ്ങനെ KPSC ലളിത അധ്യക്ഷയായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അത് കോടതി തള്ളി. എന്നിട്ട് ഇവരോട് പറഞ്ഞു. വളരെ സ്വാഭാവികമായിട്ടും അടുത്ത നടപടിയാണ്. അല്ലല്ല, ശ്രീമതി അഞ്ജലി മേനോൻ പറഞ്ഞതിലേക്ക് ഞാൻ വരുന്ന സംഭവം വെച്ചാൽ അതാർന്ന് ഇത് ബ്രിഡ്ജ് ചെയ്യാനായിട്ടൊരു സൊല്യൂഷൻ ആണ്. ഇത് നമുക്കത് അതിലേക്കാണ് എത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WCC ക്രിയാത്മക അവർ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സംഘടനകൾ ഇപ്പോൾ IC വേണം, ഒരു പെർമനൻറ്റ് സെറ്റപ്പ് വേണം. മാഡം പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് സെറ്റപ്പാണ്. ആ പെർമനൻറ്റ് സെറ്റപ്പിലേക്ക് വരാനായിട്ട് പറയാം ഞങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് വെച്ചാൽ 80% വിമൻ ഇത് ഒരു പെർമനൻറ്റ് സെറ്റപ്പ്, 20% മെൻ. നിങ്ങളൊരു ഈ കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലും കുറേ പത്രപ്രസ്ഥാനങ്ങളായിട്ടുള്ള വേറൊരു ഇൻറ്ററാക്ഷൻസും ഞാൻ കാണുന്നില്ല. ഈ സംഘടനകൾ തമ്മിൽ എസ്പെഷ്യലി WCC ബാക്കിയുള്ള സംഘടനകളുമായിട്ട് യാതൊരു ഇൻട്രാക്ഷൻസും ഇല്ല. സോഷ്യൽ മീഡിയയിൽ ദേ ആർ വെരി ആക്റ്റീവ്. ഇവിടെ വന്നിട്ട് മീഡിയയിൽ എന്തെങ്കിലും വിവാദം ഉണ്ടായി ഇടവേള ബാബു പറഞ്ഞ കാര്യത്തിലൊന്നും ആരും ന്യായീകരിക്കില്ല. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഭവം. ഒരാളെ മരണപ്പെട്ട ആളോട് ഉപമിച്ചുകൊണ്ട് ഒരു സംഭവം പറയാമെന്ന് പറഞ്ഞാൽ അത് പേർപ്പസ്ഫുൾ ആണോ ആക്സിഡൻ്റൽ ആണോ എന്ന് പറഞ്ഞാൽ അത് ചിന്തിച്ച് പറയേണ്ട ഒരു കാര്യമായിരുന്നു. അത് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ളത്. അതൊന്നും ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ ഇപ്പോൾ ICയെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി ഞാൻ വീണ്ടും പറഞ്ഞു സബ് ജുഡീസ്. അപ്പോൾ മാഡം ഇപ്പോൾ പറഞ്ഞില്ല, മാഡത്തിന് അതിനകത്ത് ഈ ഇൻഡസ്ട്രിയുടെ ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ ക്ലാരിറ്റി കുറവുണ്ട്. ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്ന ആ സെറ്റപ്പിൽ എങ്ങനെ ഇത് വേണമെന്നുള്ളത് അഥവാ ഒരു ഫിലിം സെറ്റിന് വേണ്ടി മാത്രമായി IC ആവശ്യമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അനിൽ തോമസിനൊരു ABC പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെന്ന് വിചാരിക്കുക.
ആ ABC പ്രൊഡക്ഷൻ ഹൗസ് ഇപ്പോൾ 1-ാം നമ്പർ സിനിമ ചെയ്യുന്നു, ഒരു സിനിമ ചെയ്യുന്നു, അതിനൊരു IC ഉണ്ടാകണമല്ലോ. അത് നിങ്ങളുടെ ഒരു സ്ഥാപനമാണല്ലോ, ഒരു ഇൻഡസ്ട്രി ആണല്ലോ അത്. ആ ഇൻഡസ്ട്രിയിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു IC ഉണ്ടാവേണ്ടേ അതിനകത്ത് ചിലപ്പോൾ വരുന്ന നടിമാരോ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ക്രൂ ആയിട്ടുള്ള വനിതകളെ വെക്കുക, രണ്ടാമതിനി അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? അടുത്ത ഘട്ടത്തിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ABC എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 1-ൽ, ആ പ്രൊഡക്ഷൻ നമ്പർ 1-ൽ വർക്ക് ചെയ്യുന്ന ആ ആൾക്കാർ തന്നെയല്ല പ്രൊഡക്ഷൻ അല്ല, നമ്പർ മാറാം, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അതാ പറഞ്ഞത്. അത് അങ്ങനെയാണോ എന്നുള്ളത് കൃത്യമായി നിർവചിച്ച് ഇവിടെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അല്ല, എന്തുകൊണ്ട് മറ്റ് ഇൻഡസ്ട്രിയിൽ അത് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അനിൽ തോമസ്, ഇവിടെ കുറച്ച് പെൺകുട്ടികൾ അവരെ നിരന്തരമായി അതിനോട് മുഖം തിരിഞ്ഞ് ആരാ മുഖം തിരിഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ മുഖം തിരിഞ്ഞിരിക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരിക്കലും മുഖം തിരിഞ്ഞ് നിൽക്കുന്നില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ശ്രീമതി അഞ്ജലി മേനോൻ പറഞ്ഞ ആ വാദത്തോട് യോജിക്കുന്നു. ഇത് ബ്രിഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ലെറ്റ് ദം പുട്ട് ഫോർവേഡ് എ സൊല്യൂഷൻ. IC വേണം എന്ന് പറഞ്ഞാൽ IC എന്ന് പറയുന്ന സാധനം എങ്ങനെ ഇപ്പൊ പറഞ്ഞ താങ്കളുടെ സ്ഥാപനത്തിൽ IC വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ബിക്കോസ് ഇവിടെ വർക്കിംഗ് ആണ് ആൾക്കാർ, ഇവിടെ അതായത് പാർട്ണർഷിപ്പ്. അതേപോലെ തന്നെ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻ. ഒരു ABC പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ആ ഘട്ടത്തിൽ ഇപ്പൊ 40 ദിവസമാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ പോട്ടെ ഒരു 60 ദിവസം ടോട്ടൽ ഷൂട്ടും എഡിറ്റും പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം ചേർത്ത് 60 ദിവസം എന്ന് പറയും. ഈ 60 ദിവസം കഴിഞ്ഞാൽ ആ പറയുന്ന മറ്റൊരു പ്രൊഡക്ഷൻ നമ്പർ 2 ഉണ്ടാവുന്നു എന്ന് വിചാരിച്ചോ. പ്രൊഡക്ഷൻ നമ്പർ 2-ലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ഈ IC അപ്ഡേറ്റ് ചെയ്യും, പേരുകൾ മാറ്റും. അങ്ങനെയല്ല മാഡം, ഒന്ന് ക്ലാരിറ്റി. അങ്ങനെയല്ല നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഐ ഫീൽ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. മിസ്റ്റർ നികേഷ് പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ ഈവൻ ഇറ്റ് ക്യാൻ ബി ഫോർ എ ടെമ്പററി പീരിയഡ്, ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി എ ഫിക്സ്ഡ് പീരിയഡ്. ഞാൻ വായിച്ചു നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാദിക്കില്ല. It should be a permanent setup എന്നുള്ള ലെവലിൽ തന്നെയാണ് ആക്ട് പറഞ്ഞിരിക്കുന്നത്. Permanent setup for that system. That is for the workplace. permanent setup ആവില്ല. Permanent setup only. permanent setup ആണെന്ന് ആക്ടിൽ പറയാനാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയിൽ IC എന്ന് വിചാരിക്കുക, ആ ICയിലുള്ള മെമ്പേഴ്സ് സ്വാഭാവികമായിട്ടും മറ്റൊരു ചാനലിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്ഡേറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. അത് വൺ ഓഫ് കേസിലായിട്ട് സംഭവം വരുന്നത്. ഇവിടെ അതല്ല, ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾ ഒരിക്കലും അടുത്ത പ്രൊഡക്ഷൻ ടോട്ടലി ആ ക്രൂ വർക്ക് ചെയ്യണമെന്നില്ല. ആ IC അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം അവർ വേറെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് പോവുകയാണ്, അവർ വേറെ വർക്ക് ചെയ്യുകയാണ്. ഐ ഫീൽ ഇതൊക്കെ ഇല്ലേ ഒരു ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ വിച്ച് ക്യാൻ ബി സോർട്ടഡ് ഓഫ് വൈൽ ഡിസ്കഷൻ. ഈ പറയുന്ന സംഗതി ദാറ്റ് ഇറ്റ് കനോട്ട് ബി സെറ്റപ്പ് എന്ന് പറയുന്നത് ഐ ഫീൽ അത് ഒരു ഹേസ്റ്റി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. ബിക്കോസ് ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ ലെറ്റ്സ് സേ ഒരു 6 months ആണെങ്കിലോ അല്ലെങ്കിൽ 3 months ആണെങ്കിലും ഫോർ ദാറ്റ് പെർട്ടിക്കുലർ മൊമെന്റ് യു ക്യാൻ ഹാവ് ഇഫ് യു വാണ്ട്, ഇഫ് യു വില്ലിംഗ്. ബിക്കോസ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇസ് ബേസിക്കലി ടു ഗിവ് കോൺഫിഡൻസ് ടു ദ വുമൺ വർക്കിംഗ് ഇൻ ദാറ്റ് സെറ്റപ്പ്. ഇവിടെ കോൺഫിഡൻസ് പോകേണ്ട അങ്ങനത്തെ ഡേ ടു ഡേ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നോക്കൂ ശ്യാൽ തോമസ്, ദയവായി ഒരു മിനിറ്റ്. നടി ആക്രമിക്കപ്പെട്ടതിന് സമൂഹത്തിലാണ് ഒരു കോവിഡ് രോഗിയായ ഒരു പെൺകുട്ടിയെ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചു. അതിന് മൃഗങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഈ നടി ആക്രമിക്കപ്പെട്ടത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ആരും എന്തിനാണ് വേറൊരു ഇൻസിഡന്റ് സിനിമാ ഫീൽഡിൽ മാത്രം ഈ പീഡനങ്ങളും ഈ ഹരാസ്മെന്റും ഉണ്ടെന്ന് സിനിമാ മേഖലയിൽ മാത്രമല്ല എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷേ സിനിമാ മേഖലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ 50-50 ആണ്. അവിടെ പിന്നെ മാത്രമല്ല ഇതൊരു ഗ്ലാമർ ഇൻഡസ്ട്രിയാണ്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. അതിനകത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന എലിമെന്റ് കൂടി ഉള്ളത് കൊണ്ട് അതിനകത്തുള്ള ഹറാസ്മെന്റ് കൂടുതലാണെന്നുള്ള കാര്യം ഷാൽ തോമസ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം. ഉദാഹരണത്തിന് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവരൊറ്റപ്പെട്ടു, അവരോടൊപ്പം നിൽക്കുന്നവർ ഒറ്റപ്പെട്ടു, അവർക്ക് ചാൻസ് ഇല്ലാത്ത അവസ്ഥ വന്നു. ഇതൊക്കെ ഹറാസ്മെന്റിന്റെ പരിധിയിൽ വരുന്നതാണ്. അല്ല പിന്നെ മാത്രമല്ല കാസ്റ്റിംഗ് കൗച്ച് നോക്കൂ. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ നാട് പലയിടങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളോട് ഈ പറയുന്ന സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് അവരെ ദുരുപയോഗം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതിനകത്താണ് കൂടുതലായി കേൾക്കുന്നത്. ഇതിനകത്ത് മാത്രമാണെന്ന് ഞാൻ പറയുന്നത്, ഇതിനകത്താണ് കൂടുതലായി കേൾക്കുന്നത്. അപ്പൊ ആദ്യം ഇതിനകത്താണ് ഈ പറയുന്ന IC സംവിധാനം വേണ്ടത്. അങ്ങനെയുള്ള സംഭവമാണ് ഈ പറഞ്ഞ പോലെ ഈ അവസരങ്ങൾ നഷ്ടപ്പെടും. ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് എല്ലാ മീഡിയയ്ക്കും
കൊടുത്തിരുന്നു. അതായത് എന്നെ പോലെയുള്ള ഒരു 100 കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഭൂരിഭാഗം നിർമ്മാതാക്കൾ നഷ്ടം വന്നവർ വീട്ടിൽ കയറിയിരിക്കുക. വളരെ സെലക്റ്റീവായിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് സിനിമ ഒതുങ്ങിപ്പോയിരിക്കുന്നു. അതായത് പ്രൊഡക്ഷൻ ഹൗസസ്, നടന്മാരോ ചീഫ് ടെക്നീഷ്യൻസോ തുടങ്ങുന്നതിനകത്ത് ആരും എതിർപ്പ് പറയുന്നില്ല. പക്ഷെ അവരിൽ മാത്രമായിട്ട് ഇത് ചുരുങ്ങിയിട്ട് ഔട്ട്സൈഡ് ഡേറ്റ്സ് പോലും അവൈലബിൾ അല്ലാത്തൊരു സംഭവമുണ്ട്. ഇതും പീഡനത്തിന്റെ നിർവചനത്തിൽ വരും സാർ, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം ഇൻഡസ്ട്രിയിലുള്ള വേറൊരു കാര്യമല്ല. ഇതെല്ലാം ഇൻഡസ്ട്രിയിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാം, ആരും മിണ്ടുന്നില്ലെന്നുള്ളൂ. ഞാനൊരാൾ വ്യക്തി പറഞ്ഞു ഇങ്ങനെ ഒരു യുദ്ധം ചെയ്ത് ജയിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഏത് യുദ്ധം ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റിനെതിരായിട്ടുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നതിനെ എതിർത്ത് തോൽപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താണ്? ഞാൻ എന്തിനാണ് ആ വാക്ക് പിന്നെ പറയുന്നത്? ഞാൻ ഇവിടെ എതിർത്തോ? ഇന്റേണൽ കമ്മിറ്റി വരുന്നതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. അതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്. ശരിയായി നമ്മുടെ മുന്നിൽ വരേണ്ടത് ഇപ്പൊ കോടതിയിൽ PL കൊടുത്തല്ലോ. കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞാൽ മതി. നിങ്ങൾ സത്യവാങ്മൂലം കൊണ്ടുവരണ്ട, ഇത് നടപ്പിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അല്ല നികേഷ്, may I say something? Please. Yes. See, it's clear that ഇപ്പൊ മിസ്റ്റർ അനിൽ തോമസ് പറഞ്ഞ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു ദാറ്റ് ഇത് വരുന്നതിന് അവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ഐ എം ഷുവർ ഹി അണ്ടർസ്റ്റാൻഡ്സ്. ഇത് വരും എന്തായാലും. ഇതൊരു നിയമത്തിന്റെ ഒരു ഭാഗമാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാണ്ട് പറ്റില്ല. അതൊരു സമയത്തിന്റെ ഒരു ഇന്നില്ലെങ്കിൽ നാളെ അത് വരും. പക്ഷെ ഈ പറയുന്ന ക്ലാരിറ്റി കുറവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രി നന്നാവണം എന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ കുറെ കൂടുതൽ ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ എല്ലാവരും കൂടെ സഹകരിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ്. അല്ലെങ്കിൽ ഇത് നടക്കില്ല. പ്രത്യേകിച്ചും മലയാളം ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റാണ്. വേർ ഈ ഒരു പെട്ടെന്ന് വന്നു പോകുന്ന പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഒരിക്കലും അവർ വേറൊരു സിനിമ എടുക്കില്ല. പിന്നെ ഈ പറയുന്ന ഇവിടുത്തെ ഒരു നേച്ചർ ഉണ്ടല്ലോ, ലിമിറ്റഡ് ബഡ്ജറ്റ്, ലിമിറ്റഡ് ടൈം, ലിമിറ്റഡ് ക്രൂ, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളെല്ലാവരും ശരിക്കും ഇത് ഡിസ്കസ് ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ മാത്രം ദൗത്യമല്ല. ഇത് എല്ലാ ഓർഗനൈസേഷൻസും ഓക്കെ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ പല കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്നതല്ലേ ചേംബർ, അവർക്ക് ഇതിന് മുൻകൈ എടുക്കാമല്ലോ. അപ്പൊ ഇതിനെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുവെക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരേ സ്ഥലത്ത് എത്തിയിട്ട് ഇതിന് എന്തൊക്കെയാ സജഷൻസ്. ഇപ്പൊ ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വളരെ വില്ലിംഗ് ആണ് അങ്ങനത്തെ ഓർഗനൈസേഷൻസിനെ കൊണ്ടുവരാൻ, അങ്ങനത്തെ എക്സ്പേർട്സിനെ കൊണ്ടുവരാൻ. ബിക്കോസ് വി വാണ്ട് ദിസ് ഇൻ പ്ലേസ്. ഇത് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം നടപ്പിലാക്കാൻ എല്ലാവരും തമ്മിൽ സഹകരിച്ചിട്ട് അതിനുള്ളൊരു വിൽ ആവശ്യമുണ്ട്. അല്ലാതെ ഇതിന് നമ്മൾ കോടതിയിൽ പറഞ്ഞുകൊണ്ടുള്ളത് മാത്രം റിയാക്ഷൻ അല്ല. ഇത് നമ്മുടെ നിയമമാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ സ്ത്രീകൾക്ക് അവരുടെ ഒരു പ്രൊഫഷണൽ കരിയർ കൊണ്ടു നടക്കാൻ ഒരു സേഫ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ആവശ്യമുണ്ട്. അപ്പൊ അതാണ്, ദാറ്റ് ഇസ് ദ ബേസിസ് ഓഫ് ദിസ് ഓൾ. ഇപ്പൊ ഇതുവരെ സെക്ഷൽ ഹാരസ്മെന്റ് ശരിയാണ് പല സൊസൈറ്റി ലെവൽസിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഒരു കമ്പനി ടാക്സ് അടയ്ക്കുമ്പോൾ അവരുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോഷ് കംപ്ലയൻസ് ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് അവർ ഒരു ഡെക്ലറേഷൻ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും അദ്ദേഹവും ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹം ഒരു ഓൺട്രപ്രനോർ ആണ്. അപ്പൊ അദ്ദേഹത്തിനും ആ റെസ്പോൺസിബിലിറ്റി വേണം. അപ്പൊ ഇത് പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, ഞാൻ പറയുന്നത് ഇവിടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും, ഇവിടെയുള്ള എല്ലാ ആക്ടേഴ്സും, ഇവിടെയുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും, ഇവരെല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് വേണം ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ആൻഡ് ഇതെന്ന് വെച്ചാൽ അങ്ങനെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. എല്ലാവരും നടപ്പിലാക്കുന്നില്ലേ, പിന്നെ നമുക്ക് എന്താ നടപ്പിലാക്കിയാലും. ഈ പറയുന്ന ഒരു ഓർഗനൈസേഷനെ വിളിച്ച് വരുത്തിയിട്ട് അവർ ഗിവ് ദം എ കൺസൾട്ടൻസി ഫീ, അവർ കറക്റ്റ് ആയിട്ട് നമ്മളെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് തരും. ഇത് നമ്മുടെ ഫുൾ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മുടെ എന്ത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും അതെല്ലാം അവർ നികത്തി തരും. പിന്നെ നമ്മളിത് എന്തിനാണ് നമ്മൾ വെറുതെ തർക്കിക്കുന്നത്? പക്ഷെ അത് ചെയ്യണം, അത് നമ്മൾ ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു നമ്മളത് ഡിലേ ചെയ്യാതെ എത്രയും പെട്ടെന്ന് നമ്മളിത് ശരിക്കും ഒരു ലീഗൽ പെർസ്പെക്ടീവ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ഹി സേയിങ് ദാറ്റ് നമ്മൾ വി ആർ നോട്ട് അഗൈൻസ്റ്റ് ദിസ്, വി ഓൾസോ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. അത് നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടിട്ട് ലെറ്റ്സ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് വാട്ട് നീഡ്സ് ടു ഗെറ്റ് ഡൺ. അറ്റ് ദി എൻഡ് ഓഫ് ദി we have to follow the law. It is part of it. ഇതൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് എന്തുകൊണ്ട് സിനിമ കാണുന്നില്ല? ഇപ്പോൾ അപവാദം പറയാൻ കൂടി വളരെ എളുപ്പമുള്ളൊരു മേഖലയാണ് സിനിമാ മേഖല, അല്ലേ? നമുക്ക് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്കെല്ലാം തന്നെയും ഇഷ്ടമാവുകയാണ് ഈ അപവാദം പറയാൻ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയല്ലേ ഇത്? ഈ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നോക്കൂ, ഞങ്ങളുടെ ഒരു സെറ്റ് പൂർത്തിയാകുമ്പോഴേക്കും
ആ സെറ്റ് ക്ലീൻ ആയിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മിയുടെ ഇഷ്യൂ വന്ന സമയത്ത് മാലാപാർവതി പറയുമായിരുന്നു, നമുക്ക് നമ്മളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇതിനെതിരായി നിൽക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. ഇപ്പോൾ എന്തോ ഒരു നായരോ എന്തോ ഒരാളുണ്ട്, അയാളെപ്പോലുള്ള ആളുകൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നു, യൂട്യൂബിൽ വരുന്നു, എന്നിട്ട് നിരന്തരമായി ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹറാസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ ചരിത്രം മാറ്റിക്കളയും. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഇന്നയാളാണ്, ഇന്ന എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അവരെ അപമാനിക്കുന്നു. ഭാഗ്യലക്ഷ്മിയെക്കുറിച്ച് മാത്രമല്ല മാറ്റുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ ഫൈറ്റ് എന്തിനാണെന്നറിയോ? ഇവർക്കെതിരെ പറയുന്ന ഈ നടിമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം മാറ്റി എഴുതേണ്ട ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നിലയിൽ ആകാതെ എല്ലാത്തിനും ഒരു നിയമ സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പോകുന്നതല്ലേ നല്ലത്? സർ, ഇത് നടപ്പിലാക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. ഇപ്പം ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്, ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരവർക്ക് വേണ്ടി നടപ്പിലാക്കാം ഇത് സ്വന്തമായിട്ട്. പിന്നെ അത് കൂടാതെ ഒരു ബോധവൽക്കരണം നടക്കും ഇതുണ്ടെങ്കിൽ, ഈ കമ്മിറ്റി ഉണ്ടെങ്കിൽ. എല്ലാവരും ഭയപ്പെടും ഒന്ന് പറയാൻ, ചെയ്യാനൊരു മടി വരും സ്വാഭാവികമായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞത്, സാർ ഭാഗ്യലക്ഷ്മി ഈ പറഞ്ഞവന്മാർ ചാനലിൽ കിടന്ന് ഭാഗ്യലക്ഷ്മിയുടെ ഒരുപാട് ഇത് അശ്ലീല ഇത് വിളിച്ച് പറഞ്ഞല്ലോ. ഭാഗ്യലക്ഷ്മിക്ക് ഒരു എന്താണ് നമ്മുടെ ഒരു ഒരു റൗഡിയായ നമ്മുടെ പീരിക്കാട് ജോസിനെ പോലെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ് ഭാഗ്യലക്ഷ്മിയുടെ സഹോദരനെങ്കിൽ ഇവന്മാർ പറയുക വിറക്ക് നിന്ന് നടക്കത്തില്ല. പിന്നെ ഇവർ ചോദിക്കുന്ന കൂടെ കൊണ്ടുപോയവർ ഇത് പറഞ്ഞെന്ന് വേണം. ഒരുത്തിനെ ചോദിക്കാൻ പോകണമെങ്കിൽ ധൈര്യമുള്ളവരെ വേണം കൊണ്ടുപോകാൻ, അല്ലാണ്ട് നാണം കുണികളെയും കൊണ്ടുപോയാൽ നടക്കുക വല്ലതും. അവൻ്റെ അടുത്ത് വേറെ നിയമപരമായിട്ട് അവർക്ക് കിട്ടാത്തതുകൊണ്ടല്ലേ, നീതി കിട്ടാത്തതുകൊണ്ടല്ലേ അവർ കയ്യിലെടുക്കേണ്ടി വരുന്നത്. അത് അവർ തെറ്റ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസറെ ആയിക്കൊള്ളട്ടെ, അതിന്റെ ലീഡർഷിപ്പിലുള്ള ആരെയും ആയിക്കൊള്ളട്ടെ, അതിന്റെ ഒരു സേഫ്റ്റി സൈഡ് എന്ന് പറയുന്നത് അതിനകത്തൊരു നല്ലൊരു തീർച്ചയായിട്ടും അതിനെ സാർ, അതിനെ ഇപ്പൊ അനിൽ തോമസ് പറഞ്ഞ പോലെ അവരൊന്നും എതിർക്കുന്നില്ല സാർ. അല്ല, എതിർപ്പില്ല. അതിന്റെ ഒരു കാര്യത്തോട് അവർ സംഘടനയാണ്, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ശരി, അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്നതല്ലേ എപ്പോഴും നിങ്ങൾക്ക് നല്ലത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഇപ്പോൾ കോവിഡ് കാലത്ത് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സിനിമ ഷൂട്ടിങ്സ് നടക്കാൻ പറ്റുള്ളൂ. ആൻറ്റിജൻ സെറ്റും RT-PCR ടെസ്റ്റും ഒക്കെ നടത്തിയിട്ട് ഒരു ബഡ്ജറ്റ് കൂടിയാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല സേഫ്റ്റി മെഷേഴ്സും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു നിയമപരമായിട്ടൊരു സംവിധാനം വേണം. ക്ലാരിറ്റിയോടുകൂടി ഒരു സംഭവം പറയുകയാണ്. അത് നടപ്പിലാക്കേണ്ടെന്ന് ഏത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഏത് അസോസിയേഷൻ പറയും. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആ നിയമത്തിൻ്റെ സംവിധാനത്തിന് ചില പോരായ്മകളുണ്ട്. അത് ഈ 100% ഫുൾ പ്രൂഫ് ആയിട്ട് നടപ്പാക്കേണ്ടത് സ്റ്റേറ്റ് വിൽ ബി ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ഓൾവേസ്. അവർ പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, ശ്രീ AK ബാലൻ്റെ റിപ്പോർട്ട് ഞാൻ ഫസ്റ്റ് എവിടെയൊരു ചർച്ചയ്ക്ക് പോയതാണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞത്. ഒരു നിയമ സംവിധാനം ഉണ്ടാക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ട് സാർ. ഇവിടെ സെക്ഷൽ വർക്ക് പ്ലേസിൽ ഹരാസ്മെൻറ്റിനെ സംബന്ധിച്ച് 2012-ലോ 13-ലോ പാസ്സാക്കിയ നിയമമുണ്ട്. ആ നിയമ സംവിധാനത്തിൻ്റെ പേരിൽ ഒരു റിപ്പോർട്ട് ഒരു കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരാണ് അതിനകത്ത് പ്രതികൾ, അവരെ പിടിച്ചകത്തിടുന്നതിനകത്ത് ആരാ തടയാൻ പോകുന്നത്? ഏത് അസോസിയേഷനാണ് തടയാൻ പോകുന്നത്? അതിന് പിന്നെ എന്തിനാണ് കൂടുതൽ ചർച്ചകൾ? ഷെൽ തോമസ്, നമുക്ക് ആരാണ് പ്രതികൾ, അവരെ പിടിച്ചകത്തിടുന്നതിന് ആരാണ് തടസ്സമെന്നൊന്നും ചോദിക്കല്ലേ. ഇവിടെ നിയമത്തിൻ്റെ വഴിയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നാണ് നേരത്തെ ഷിയാലപ്പി അഷ്റഫ് പറഞ്ഞത്. അമ്മയുടെ ജനറൽ സെക്രട്ടറി മൊഴിമാറ്റി എന്നുള്ള ഗൗരവമുള്ള ആക്ഷേപമുണ്ട്. അമ്മയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ മൊഴിമാറ്റി എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ പിടിച്ചിട്ടോ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയരുത്. നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങളെന്ന് പറയുന്നത് ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ല, സിനിമ ഫ്രട്ടേണിറ്റിയിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. ക്രിമിനൽ ആക്ടിവിറ്റിയെ ന്യായീകരിക്കുന്നവരാണ്. ഒരിക്കലുമല്ല, ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും. ഇപ്പം മൊഴി മാറ്റാൻ ആയിട്ട് അത് ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അവിടെ നടന്നിട്ടുള്ളത് ബാബു താങ്കളുടെ ഇന്റർവ്യൂവിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ വേറെ പല കാര്യങ്ങളും ഇല്ല. കോടതിയിൽ ചോദിക്കുമ്പോഴത്തേന് കോടതിയുടെ മുമ്പാകെ പറയുന്നതാണ് കോടതിക്ക് കറക്റ്റ് ആയിട്ടുള്ള സംഭവം. അതിനകത്ത് മൊഴി മാറ്റി നമ്മളാരും ഈ മൊഴി കണ്ടിട്ടില്ല, മൊഴി എടുത്തപ്പോൾ നമ്മളാരും ഇല്ല. അപ്പൊ അത് മീഡിയ ഉൾപ്പെടെയുള്ള പറയുന്നതാണ്. ഇന്ന ആൾക്കാർ അതൊരു ബാബു പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാബു പറഞ്ഞത് ഞാൻ മൊഴി മാറ്റിയിട്ടില്ല, ഞാൻ കോടതിയിലാണ് ആദ്യമായി മൊഴി പറഞ്ഞത് എന്നാണ്. ബാബു പറഞ്ഞിരുന്നു ഈ നടി ദിലീപ് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. ബാബു പക്ഷേ കോടതിയിൽ പോയി പറഞ്ഞത് ദിലീപ് അവസരം നഷ്ടപ്പെടുത്തുന്നു എന്ന നിലയിൽ എനിക്ക് രേഖാമൂലമുള്ള പരാതി നൽകിയിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ചോദിക്കുമല്ലോ വാക്കാൽ പറഞ്ഞിട്ടുണ്ടോ, അതെനിക്ക് ഓർമ്മയില്ല. അതെ.
അപ്പോൾ അത് മൊഴിമാറ്റലാണ്. അതിനാണ് മൊഴിമാറ്റലെന്ന് നമ്മൾ മലയാളത്തിൽ അതൊരു പറയുന്നത്. വ്യക്തി പറയുന്ന കാര്യത്തിൽ അല്ല, വ്യക്തി, ഞാനത് വ്യക്തിയിലേക്ക് പോകാൻ ഉത്തരവാദിത്തമുള്ള പോസ്റ്റിലിരിക്കണം. അങ്ങനെ നമുക്ക് അത്രയും സിംപ്ലിസ്റ്റിക്കലി നമുക്ക് പറയാനൊക്കത്തില്ല. ബിക്കോസ് ഈ പറയുന്ന ചാർജ് ഷീറ്റിൽ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉള്ളതാണ്. പ്രോസിക്യൂട്ടർ ഡെഫിനറ്റ്ലി ആ സ്റ്റേറ്റ്മെന്റ് ഇവരെ കൊണ്ട് വായിപ്പിക്കുന്നതാണ്. സോ അങ്ങനെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല എന്ന് പറയുന്നത് അത് പുള്ളിക്കാരൻ പറയുന്നത് ഇല്ല, പുള്ളിക്കാരൻ പറയുന്നത് അല്ല, കോടതിയിൽ അങ്ങനെ പറഞ്ഞു. ബേസിക്കലി പുള്ളിക്കാരൻ മൊഴി മാറ്റിയത് തന്നെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലെന്ന് അയാൾക്ക് പറയാനൊക്കത്തില്ല. ബിക്കോസ് അത് പ്രോസിക്യൂട്ടർ ഡെഫിനറ്റ്ലി ചാർജ് ഷീറ്റിൽ ഉള്ളതാണ്. ഹി ഹാസ് ടു സീ ഇറ്റ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ബാബുവിന്റെ ഇഷ്യൂ അല്ല. പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സംവിധാനമായി സിനിമ വളർന്നിട്ടില്ല. വളർത്തണമെങ്കിൽ നിയമത്തിന്റെ സഹായം നിങ്ങൾ തേടണം എന്നുള്ളതാണ്. അതാണ് അഞ്ജലി പറയുന്നത്. അത് തീർച്ചയായിട്ടും നിയമം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അഞ്ജലി പറഞ്ഞ പോലെ ICയും കാര്യങ്ങളുമൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട്. പക്ഷേ ചില ഏരിയകൾ ക്ലാരിറ്റി കുറവുണ്ട്. ആ ക്ലാരിറ്റി ആരാണ് വരുത്തേണ്ടത്? ക്ലാരിറ്റി വരുത്തണമെങ്കിൽ ഇപ്പൊ ഇവര് PAL പോയിരിക്കുന്നു, വേറെ ആളുകൾ PAL പോയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ക്ലാരിറ്റിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ വലിയ സമയം വേണോ? അല്ല, ലീഗൽ എൻറ്റിറ്റിയുടെ കീഴിൽ നിൽക്കുന്ന സാധനം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരുമ്പോൾ അഞ്ജലി അഡ്വക്കേറ്റിനോട് മറുപടി പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ ആവുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ല, പ്രൊഡ്യൂസേഴ്സിന് എന്താണ് ഗുണം? പ്രൊഡ്യൂസേഴ്സിന് ആക്ച്വലി ഇറ്റ്സ് മച്ച് മോർ സേഫർ. അവർക്ക് ചുമ്മാ മൾട്ടിപ്പിൾ ആയിട്ട് പോലീസ് സ്റ്റേഷനിലും അവിടെ പോയി മൊഴി കൊടുക്കാനായിട്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അവിടെ തന്നെ സോർട്ട് ചെയ്യാൻ കാര്യങ്ങൾ. ചുമ്മാ പബ്ലിക്കില് മീഡിയയിലും സംവിധാനം ഇപ്പോഴും ഉണ്ട്. അതായത് ഓരോ സെന്ററിലും അല്ലെങ്കിൽ ഓരോ ലൊക്കേഷനിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലെങ്കിൽ എവിടെ ഇഷ്യൂ ഉണ്ടായാലും അത് ഇടപെട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ തീർക്കുന്നുണ്ട്. കംപ്ലൈന്റ് അല്ല തീർക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റിന്റെ ഈ പറഞ്ഞ ആരാണെന്ന് വെച്ചാൽ അവരെയും കൂടെ വിളിച്ചിരുത്തി ആ ഇഷ്യൂ പിന്നെ വേറെ എന്താ വേണ്ടത്? ആ ഘടനയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സാർ. ആ ഘടനയ്ക്ക് കൃത്യമായിട്ടുള്ള രൂപാന്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ you need to have ഒരു എൻക്വയറി ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ, അവിടെ ഒരു സിസ്റ്റം പറയുന്നുണ്ട്. ആ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഒരു സിനിമ അനൗൺസ് ചെയ്തു, സിനിമ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ഇന്ന ആൾക്കാരാണ്. സോ ഇഫ് ഞങ്ങൾക്ക് ഇതിനകത്ത് ലൈക്ക് ഇഫ് സപ്പോസ് എനിവൺ ഹാസ് എനി ഇഷ്യൂസ് വി ഹാവ് ദിസ് കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി, എനി ഓഫ് ദ ലേഡീസ് ഹാവ് എനി ഇഷ്യൂസ് ക്യാൻ കം ടു ദിസ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഒരു വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ദേർ ടിൽ ദ മൂവിയുടെ എൻറ്റയർ തിങ് ഫിനിഷസ്. ബസ് ദാറ്റ്സ് ഓൾ, പ്ലെയിൻ ആൻഡ് സിമ്പിൾ. അത്രേ ഉള്ളൂ. ഇവിടെ ശ്രീമതി അഞ്ജലി മേനോൻ, നോക്കൂ, WCC അംഗങ്ങളും ഈ നിലയിൽ സിനിമ ചെയ്യുന്നവരാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ വന്ന സിനിമ വൈറസിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാനാകും. തീർച്ചയായും ഐ ബിലീവ് വൈറസ് ഹാഡ് an IC. പക്ഷെ ഞാൻ ഒരു കാര്യം, എനിക്ക് ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണമല്ലോ. ഞാൻ മിസ്റ്റർ തോമസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഐ എം വെരി വില്ലിങ്. ഞങ്ങൾക്ക് WCC വി ക്യാൻ റെക്കമെൻഡ് സം ഏജൻസീസ്. അവർ കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് തരും. ലീഗൽ ആയിട്ടുള്ള ലോയേഴ്സ് എക്വിപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ പോഷ് ആക്ടിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏജൻസീസ് ആണ്. അപ്പൊ അങ്ങനത്തെ വി ആർ വെരി ഹാപ്പി ടു റെക്കമെൻഡ് ആൻഡ് സെൻഡ് ദം എ ലിസ്റ്റ്. അപ്പൊ അവരുടെ എല്ലാ വ്യക്തത കുറവുകളൊക്കെ നികത്താൻ പറ്റും അങ്ങനെയാകുമ്പോൾ. ആൻഡ് ഇത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റേഷനിലേക്ക് എത്തിക്കാനും പറ്റും. സോ ഐ എം വെരി ഹാപ്പി ടു പുട്ട് ടുഗദർ എ ലിസ്റ്റ്. ആൻഡ് മൺഡേ രാവിലെ തന്നെ വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തോളാം, നോ പ്രോബ്ലം. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് WCC രൂപീകരിച്ച് 2018 തോന്നുന്നു. 2018 ശേഷം ഞാൻ അവിടെ ഔദ്യോഗിക ഭാരവായിട്ടിരിക്കുന്ന ഒരു തുണ്ടുകടലാസ് പോലും ബാക്കി എല്ലാ സംഘടനകളും പല ആവശ്യങ്ങളും പല ഇഷ്യൂസും പറഞ്ഞ് ഇതൊരു പ്രപ്പോസലാണ്. അത് അഞ്ജലി ഇപ്പം റിവീൽ ചെയ്യുന്നതിനും വരെ ഞങ്ങൾക്കറിയത്തില്ല. ഇത് പുട്ട് ഇറ്റ് ഓൺ പേപ്പർ. ഇതാണ് ഞങ്ങളുടെ സജഷൻ. ആർക്കെങ്കിലും ഡിനൈ ചെയ്യാൻ പറ്റുമോ? അതെ, WCCക്ക് എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് സംസാരിച്ചുകൂടാ? WCCക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഇതിന് മുമ്പായിട്ട്. വി ഹാവ് റിട്ടൺ ടു ദ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇതിനൊക്കെ വി ഹാവ് ബീൻ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇത് എന്താ ഉണ്ടാവണമെന്ന് അറിയോ? ഒരു ചേഞ്ച് വരുമ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിൽ ചേഞ്ചിനോടൊരു റെസിസ്റ്റൻസ് ഉള്ളതാണ്. പ്രത്യേകിച്ചും ഫിലിം ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ഒരു ആവശ്യം പറയുമ്പോൾ ആ ആവശ്യത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ എന്താ കാര്യം എന്ന് ശ്രദ്ധിക്കുന്നതിന് മുമ്പേ അതിനോടൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും ഉള്ളതാണ്.
അപ്പൊ ഇങ്ങനെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ് ആവശ്യമുള്ളത്. ആൻഡ് അതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ ആവശ്യം പറയുമ്പോൾ അത് എന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഒരു കംപ്ലൈ ചെയ്യാനുള്ള ഒരു ഇന്റന്റ്, ഒരു വില്ല് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡിസ്കഷൻ തുടരാൻ പറ്റും. ഇപ്പൊ ഇതിപ്പോ ഞാൻ WCC അങ്ങനെ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ നിങ്ങൾ അതിനെ പരിഗണിക്കും? തീർച്ചയായിട്ടും. അല്ല, അത് അതിന് പകരം WCCയോ അവർ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം പെരുങ്ങുന്ന ആളുകളാണ് എന്നുള്ളൊരു തോന്നൽ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത് തന്നെ വെച്ചാൽ, അങ്ങനെ ഞാൻ ആസ് എൻ ഓർഡിനറി ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ, ഞാൻ എന്നെ സിനിമാക്കാരെന്നുള്ളത് വിട്ടേരെ, WCCയുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒന്നാമത് ഞാൻ ഈ പറയും ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ഉൾപ്പെടെയുള്ള പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വെളിമർമ്മ ആർക്കും വന്ന് എപ്പോഴും വിസർജിക്കാം, അങ്ങനെ ഒരു സ്ഥലമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് കമൻസ് കണ്ടാൽ അറിയാം എത്ര വൃത്തികെട്ട ഒരാൾ വളരെ ഹെൽത്തി ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടി കൊണ്ടുപോയി ഇടുന്ന കമൻസ് നമുക്കറിയാം. അപ്പോൾ അവിടെ അല്ല ഡിസ്കഷൻ വേണ്ടത്. ഡിസ്കഷൻ വേണ്ടത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കാൻ. സോഷ്യൽ മീഡിയയെ കുറിച്ച് നമുക്ക് രണ്ട് തരത്തിലും കാണാം. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത തരംതാണ ആളുകൾ ആ നിലയിൽ അത് ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ അങ്ങനെ തള്ളി. ആ പ്ലാറ്റ്ഫോമിൽ ദൗർഭാഗ്യവശാൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ഇൻസിഡൻറ്റ് തന്നെ ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫോറത്തിൽ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഭാഗ്യലക്ഷ്മിയെ കുറ്റപ്പെടുത്തി ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം VJP നായർ എന്ന് പറഞ്ഞാൽ നമ്പർ 1 റാസ്കൽ വായി തോന്നിവാസം മുഴുവൻ വീഡിയോയിലൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെന്ന് ചോദിക്കാതിരിക്കും. പറയും, ഞാൻ പറയുന്നത് ഇവിടെ കോട്ടിട്ടുള്ള ഒരാളിരിപ്പുണ്ട്, ആ കോട്ടിട്ടുള്ള ആൾ ഇവിടെ ഡിബേറ്റ് നടത്തുമ്പോഴത്തേനും അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് എന്തോ കപ്പിൽ കുടിക്കുന്നു, അതിനകത്ത് മദ്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാനത് ആലപ്പി അഷഫറിനോട് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലൂ ഇട്ട് ഞാൻ പറയുക. അപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവം, താങ്കൾ എന്നോട് വന്ന് ചോദിക്കുക താനിത് കണ്ടോ, അവർ ഇല്ല ഞാൻ വേറൊരാൾ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്രൈം എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ക്രൈം സംഭവിച്ചിരിക്കുന്നത് BJP നായരുടെ അടുത്ത് തന്നെയാണ്. തീർച്ചയായും. അല്ല, നമുക്ക് ഇതിലൊരു പോസിറ്റീവ് നോട്ടോടുകൂടി അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് ഇതിനകത്തൊരു ആവേശമില്ല, ഒരു ആവേശം മാറ്റം ഉണ്ടായേ പറ്റൂ, മാറിയേ പറ്റൂ, അതാണ് കാലം തെളിയിക്കും. അത് കണ്ടു. ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു നികേഷ്, അങ്ങനെ ചേംബറിന് ആക്ച്വലി താല്പര്യം ഉണ്ടാവോ അങ്ങനെ if we send you some information and we send you some list ഉണ്ടെന്നാണ് പറഞ്ഞത്. അനിൽ തോമസ് പറഞ്ഞത് അങ്ങനെ ഒരു ശുപാർശ നിങ്ങൾ WCC നൽകുകയാണെങ്കിൽ അവരതിനെ വളരെ പോസിറ്റീവായി പരിഗണിക്കുമെന്നാണ് അനിൽ തോമസ് പറഞ്ഞത്. അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വളരെ താല്പര്യപ്പെട്ടിട്ട് അവരെ റിക്വസ്റ്റ് പ്രകാരം തന്നെ വി വിൽ ഗിവ് മാക്സിമം. ഇപ്പൊ എനിക്ക് ഏകദേശം വി അണ്ടർസ്റ്റാൻഡ് ആ ഒരു അവയർനെസിന്റെ ഗ്യാപ്പ് ഉണ്ടെന്ന്, അപ്പോൾ ഉറപ്പായിട്ടും വി ആർ ഹാപ്പി ടു ഷെയർ ദാറ്റ് ഇൻഫർമേഷൻ. അല്ല തീർച്ചയായിട്ടും ഈ ചേംബർ എന്ന് പറയുന്ന ഒരു അനിൽ തോമസിനെ വിട്ടാരോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സഹാപ്പച്ചനോ അല്ലെങ്കിൽ വിജയകുമാറോ അങ്ങനെയുള്ള നെയിംസ് വന്ന് 1-2 വർഷത്തിനകം പോകും. കേരളപ്പിറവിക്ക് മുമ്പ് രൂപീകരിച്ചതാണ് 1956 കേരള ഫിലിം ചേംബർ. അത് അങ്ങനെ ഒരു കൂട്ടായ്മയിൽ, ഒരു ബിസിനസ് കൂട്ടായ്മയിൽ ഇന്നും തകരാതെ മുമ്പോട്ട് പോകുന്നത് വെച്ചാൽ ഒരു ഓൾ ഇൻക്ലൂസീവായിട്ട് പോകണമെന്ന് തന്നെയാണ്. അല്ലാതെ ഈ പറഞ്ഞ ഒരാൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ സ്റ്റാൻഡ് പറയാം. ഒരാൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം അഞ്ജലിയോട് വ്യത്യാസം അവിടെ പറഞ്ഞു തീർക്കണം. അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുള്ള സംഭവങ്ങൾ മുന്നോട്ട് പോകാനാണെങ്കിൽ ആരുടെയും നിർദ്ദേശം നമ്മൾ സ്വീകരിക്കും അല്ലേ? തീർച്ചയായിട്ടും. വളരെ നന്ദി അനിൽ തോമസ്, ആലപ്പി അഷ്റഫ്, അഡ്വക്കേറ്റ് സന്ധ്യ, ഒപ്പം തന്നെ അഞ്ജലി മേനോൻ സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.